എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1599 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ എസ് ബാലചന്ദ്രൻ സർ, BSc DHMS, ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടർക്ക് കേരള സെക്രട്ടേറിയറ്റിലെ 10 വർഷം തുടർച്ചയായി പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചാക്കയിൽ സ്വന്തം വീട്ടിൽ സ്വകാര്യ ചികിത്സകൻ, 43 വർഷത്തിലധികം ചികിത്സാനുഭവങ്ങളുള്ള വ്യക്തിത്വം, പുതുതലമുറയ്ക്കായി ധാരാളം അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള വ്യക്തിത്വം. എന്റെ ചികിത്സാനുഭവങ്ങൾ എന്നാണ് ഇന്നത്തെ വിഷയം. സാറിന്റെ ചികിത്സാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി ഡോക്ടർ എസ് ബാലചന്ദ്രൻ സാറിനെ ആദരപൂർവം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് എല്ലാം പങ്കുവെച്ച് എല്ലാം ഏകദേശമുള്ള എല്ലാം ഷെയർ ചെയ്ത കണക്കായി. ഇനി എന്തോ ഷെയർ ചെയ്യാനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതായിരുന്നാലും കേൾക്കാമല്ലേ? കേൾക്കാം സാറേ, കേൾക്കാം. ഈ 43 കൊല്ലം സാർ ഇതിലുള്ളത് കൊണ്ട് എൻ്റെ പഴയ അനുഭവങ്ങളിലുള്ള ഒരു 1-2 കാര്യങ്ങൾ പറയാം. അതിൽ ഞാൻ ഈ കഴിഞ്ഞ പല എപ്പിസോഡിലും പറയാറുള്ള കാര്യങ്ങളാണ് സൂച. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മെഡിസിൻ. ഞാൻ ഒത്തിരിയും ക്യാൻസർ പേഷ്യൻ്റൊക്കെ ആദ്യമേ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ സൂചയ്ക്കാണ് കൊടുക്കുന്നത്. കാര്യം അതിൻ്റെ ഒരു മൈക്രോ വെസൽസിലൊക്കെ ആക്ട് ചെയ്യുന്നതും നമുക്ക് ബ്ലഡ് സപ്ലൈ കൂട്ടാനും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും. അത് മാത്രമല്ല, ഇപ്പം സൂചയ്ക്ക് ഭയങ്കര ഡിമാൻഡ് എന്നാണ് പറയുന്നത്. കാര്യം എൻ്റെ ഒരു 1-2 ക്ലാസ്സുകൾ വേറെ പലരും കേട്ടിട്ട് അവർക്കെല്ലാം ഇപ്പം സൂചയാണ് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് മെഡിസിൻ എന്നാണ് അറിയുന്നത്. അതിൽ ഏറ്റവും സൂചയ്ക്ക് നല്ല ഡിമാൻഡ് വരണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊറോണ വാക്സിൻ എടുത്ത ആളുകൾക്ക് വരുന്ന ആ കംപ്ലൈൻറ്റുകളിൽ ഏറ്റവും പ്രൈം റെമഡി എന്ന് പറയുന്ന സൂച തന്നെയാണ്. ഈ സൈലീഷയൊക്കെ പറയണമെങ്കിലും നമുക്ക് സൂച കൊടുക്കുന്നത് പോലെ ഒരു എഫക്റ്റ് കിട്ടണില്ല. ഞാൻ രണ്ടും പരീക്ഷിച്ച് നോക്കി. പരീക്ഷിക്കായിട്ട് ആളുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ പരീക്ഷിച്ച് നോക്കി. സൈലീഷ് ഒന്നും സൂച അടുത്ത് വരാൻ തന്നെ ഇതില്ല. അതുകൊണ്ട് ഈ കേട്ടോണ്ടിരിക്കുന്നവരെ പലരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ കൊള്ളാം. സൈലീഷേക്കാൾ എൻ്റെ അനുഭവങ്ങളിൽ ടാക്കിക്കാർഡിയം ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ദിവസമല്ല, ഒരു 6-7 മണിക്കൂർ കൊണ്ട് തന്നെ 147 71 മാറിയ കേസുകൾ വരെ ഉണ്ട്. അപ്പം ഇന്ന് എൻ്റെ പഴയ അനുഭവങ്ങളിൽ പ്രധാനമായിട്ട് ഞാൻ സൂച ഒന്ന് മാറ്റി പിടിക്കുകയാണ്. ഇന്ന് കാലിബൈക്രോമിക്കം, എൻ്റെ രണ്ടാമത്തെ മെഡിസിൻ. കാലിബൈക്രോമിക്കം എനിക്ക് കിട്ടിയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്, എനിക്ക് ഒരുപക്ഷെ ഈ നമ്മൾ ഇത് പാസ്സായി കഴിഞ്ഞിട്ട് നമ്മളൊരു ക്ലിനിക്കൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് വന്ന് വിരസത മാറുക എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒരു പേഷ്യൻ്റ് വരും, അവർക്ക് കൊടുക്കണ മരുന്ന് ഒന്നും നമുക്ക് ആരും നേരത്തെ പരിചയങ്ങളോ ആരും കൂടെ നിന്നിട്ടുള്ള ഇല്ലാത്തത് കൊണ്ട് സ്വന്തമായി നടത്തിയ പരീക്ഷണങ്ങളിൽ കൂടെയാണ് വിജയിച്ചത് അത്രയും. അപ്പം ഈ 43 കൊല്ലമായി ഞാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് കാലിബൈക്രോമിക്കം. സൂചയൊക്കെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള മരുന്നുകളിലാണ്. ഈ കാലിബൈക്രോമിക്കം കൊടുക്കാനായിട്ടുള്ള ഒരു കാരണം, എനിക്ക് ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഒരു വളരെ സമീപത്താണ് എൻ്റെ ക്ലിനിക്ക്. അന്ന് ഞാൻ ഗവൺമെൻറ് സർവീസിൽ പോകുന്നതിന് മുൻപ് ആ ക്ലിനിക്കിൽ അപ്പോൾ അവിടെ റൺവേ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വളരെ ജോലിക്കാർ, അന്ന് ഈ ബംഗാളികളില്ല, തമിഴ്നാട്ടിൽ നിന്ന് വരണവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു പാറ പൊടിക്കുന്ന യൂണിറ്റ്, ഒരു ക്രഷർ യൂണിറ്റ് ആ ശംഖുമുഖത്ത് പോകുന്ന റോഡിൻ്റെ ആ ഭാഗത്ത് തന്നെ, അതിൽ ജോലി ചെയ്യുന്ന മിക്കവാറും ഭൂരിഭാഗം ആളുകൾക്കും ഇന്നത്തെ ഈ കൊറോണ പോലെ മാസ്കും വെച്ചോണ്ടല്ല നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ലവണ്ണം കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ സിലിക്കോസിസ് എന്നുള്ള ആ ഒരു കണ്ടീഷൻ, ഈ പാറപ്പൊടി എത്രയും കൂടെ ശ്വസിച്ച് അവർ ലങ്സിൽ വന്നിട്ട് അതിൻ്റെ ഡിപ്പോസിറ്റ് ചുമച്ച് വിളിക്കുള്ളൂ. അപ്പം ചുമയും ശ്വാസം മുട്ടുന്നതാണ് അവരുടെ പ്രധാന സിംറ്റം. അന്ന് ഈ സ്പ്രേ എടുക്കുന്ന പരിപാടിയൊന്നും അന്നില്ല. 40 കൊല്ലത്തിന് മുമ്പ് ഈ സ്പ്രേ ഉണ്ടായിരുന്ന എനിക്ക് സംശയമാണ്. ഈ സ്പ്രേ ഹസ്താലിനൊക്കെ സ്പ്രേ വന്നതൊക്കെ അതിന് ശേഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാവരും നമ്മളെ ആശ്രയിക്കുന്ന ഇതിനാണ്. അപ്പം നമ്മളെ മരുന്നുകളിൽ ഇതിന് ഞാൻ സൈലീഷ്യ, ഏതായാലും സിലിക്കോണിൻ്റെ അതാകുമ്പം ഒന്ന് സൈലീഷ്യ പ്രയോഗിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും പ്രയോജനം നടന്നില്ല. പക്ഷേ കാലിബൈക്രോമിക്കം എനിക്ക് ഒരു നല്ല പേരുണ്ടാക്കി തന്ന ഒരു മരുന്നാണ്. കാര്യം ഇത് അന്നും ഈ വണ്ണം പൊട്ടൻസി തന്നെയാണ് ഉപയോഗിക്കുന്നത്. വണ്ണം പൊട്ടൻസി രാവിലെ രാത്രി
ഡെയിലി ഇവർ ജോലിക്ക് പോണതിന് മുമ്പും വന്നതിന് ശേഷം കിടക്കുന്നതിന് മുമ്പുമായിട്ട് ഇത് ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഇതാകുന്നുണ്ട്. അതേസമയം ഇതെല്ലാം കാലി ഗ്രൂപ്പിൽ അടുത്തതാണ് കാലി കാർബ്. കാലി കാർബും ഇതിന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ശ്വാസം മുട്ട് വരുന്നവർക്കാണ് ഈ നേസൽ ട്രാക്റ്റിന്റെ കംപ്ലൈന്റ് വന്നിട്ട് തുമ്മലും ശ്വാസവിമിഷ്ടവും ഒക്കെ വരണ കേസിന് ഞാൻ കാലിബൈക്രോമിക്കം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതും അതിന്റെ കൂടെ അന്ന് തന്നെ ഹെപ്പാർ സെൽഫും കൂടെ ഞാൻ ഉപയോഗിച്ചു. കാര്യം ഒരു ഹെപ്പാർ സെൽഫിന് നല്ലൊരു ഇൻഫ്ലമേഷൻ തടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഞാൻ ഹെപ്പാർ സെൽഫും കാലിബൈക്കും കൂടെയാണ് അന്ന് ഉപയോഗിച്ചത്. ഈ 43 കൊല്ലത്തിനും ആ ടൈം എൻ്റെ ക്ലിനിക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഈ മരുന്നിൽ എനിക്ക് നല്ല ആശ്വാസം കിട്ടി. അത് പിന്നെ ഒരു സ്ഥിരം ഇതായി. ഈ കംപ്ലൈന്റ് ആയിട്ട് വരുന്ന എന്ന് വെച്ചാൽ ഈ സിലിക്കോസിന്റെ ഡിപ്പോസിറ്റ് കൂടുതൽ സിലിക്കോസിസ് വന്ന് അത് ലങ്സിൽ ഡിപ്പോസിറ്റ് വരുന്നതിനും എല്ലാം കൊടുക്കുന്ന ഒരു മരുന്ന് ഇതായി. അതുപോലെ കാലി കാർബിനാണെങ്കിൽ ലങ്സിന്റെ ഒരു എക്സ്പാൻഷനും കിട്ടും. പിന്നെ അതിന്റെ കൂടെ ആ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഒരു മരുന്നാണ് കോസ്റ്റിക്. അപ്പം കാലി ഗ്രൂപ്പിന് റെസ്പിറേറ്ററി എന്നല്ല നമ്മളെ ഹോമിയോപ്പതിയിൽ ഭയങ്കരമായ വിജയങ്ങൾ. ഇതൊക്കെ മറ്റേ ഈ ഒരുപാട് മരുന്ന് വാങ്ങിച്ചു വെച്ച് കാശ് കളയണതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള മരുന്നുകൾ കാണുമ്പോൾ നമ്മളെ കാശും കയ്യിലിരിക്കും, മരുന്ന് വളരെ കുറച്ച് മതി, അതുകൊണ്ട് അസുഖം മാറുകയും ചെയ്യും. അപ്പോൾ അതിന് മനസ്സിലാക്കിയത് കാലി ബൈക്ക്, കാലി കാർബൺ, കോസ്റ്റിക്ക് ഈ ഒരു ഗ്രൂപ്പിലുള്ള ഈ 3 മരുന്നും കൊടുക്കേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതിലെല്ലാം വിജയിച്ചു നിന്നിട്ടുണ്ട്. ടിങ്ചർ തൊടാതെ തന്നെ. കാര്യം അന്നൊന്നും നമ്മൾ ടിങ്ചറിൽ ഇത്രയും ഈ വിജയങ്ങൾ കിട്ടിയിട്ടില്ല. അങ്ങനെ ഉള്ള ഒരു ഇതിലാണ് സൈലീഷ്യ ഞാൻ പരീക്ഷിച്ച് നോക്കി, വലിയ വിജയം കണ്ടില്ല. എങ്കിലും സൈലീഷ്യം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള 1-2 കേസുകൾ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ കാലി കാർബൺ ആ സമയത്ത് തന്നെ എനിക്ക് കിട്ടിയ ഒരു ബെൽസ് പാൾസി എന്ന് വെച്ചാൽ ഏകദേശം എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ലേഡി. അപ്പം ഞാനന്ന് ക്ലിനിക്കിൽ വന്നപ്പോൾ അവള് പിന്നെ ഒരു സൈഡ് ബെൽസ് പാൾസി ഒരു സൈഡിലോട്ട് വെച്ചാൽ ആഹാരം കഴിക്കുന്നത് വലത് സൈഡിൽ കൂടെ ഇടത് സൈഡിൽ കൂടെ, എനിക്ക് സൈഡൊന്നും ഓർമ്മയില്ല, ഏതായാലും ഒരു സൈഡിൽ കൂടെ അകത്ത് കഴിക്കാൻ ഒക്കാത്ത വിധത്തിലുള്ള ഒരു കംപ്ലൈന്റ് ആയിട്ട് കിടക്കുന്ന അവസരത്തിൽ ആ സ്ത്രീയുടെ അനിയത്തിയുടെ കുട്ടിക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ട് എൻ്റെ ക്ലിനിക്കിൽ വൈകുന്നേരം ഒരു 8-ന് ശേഷം വന്നപ്പം എനിക്ക് നല്ലൊരു പേരുള്ളത്, തുറക്കാൻ താമസിച്ചിരുന്നാലും കൃത്യമായി അടച്ചോണ്ട് പോണ ഒരു ഡോക്ടർ എന്നുള്ള പേര് അന്നേ കിട്ടിയിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ ചിലപ്പോൾ എൻ്റെ തോന്നുന്ന സമയത്തായിരിക്കും തുറക്കണത്, പക്ഷെ അടയ്ക്കുന്നത് കൃത്യം 8-ന് അടച്ചിരിക്കും. ഈ 8-ന് അടയ്ക്കുന്ന സമയത്താണ് ഈ കുട്ടിക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ട് വന്ന് അവരെ ചെറിയ രീതിയിൽ ഒരു വഴക്ക് പറഞ്ഞിട്ട് ഞാൻ പറയും നേരത്തെ വരണമെന്നെല്ലാം പറഞ്ഞ ശേഷം സമയമില്ലാത്തത് കൊണ്ട് ഇവർക്ക് ഈ കുട്ടിയുടെ മരുന്ന് കൊടുത്തിട്ട് അപ്പം അതിനിടയ്ക്ക് തന്നെയാണ് ഈ ലേഡിയുടെ വിവരം പറഞ്ഞത്. ഈ ബെൽസ് പാൾസിയുടെ കാര്യം പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു പിന്നെ അവർക്ക് ഞാൻ ഒരു ഡോസ് നക്സോമിക്ക കൊടുത്തിട്ട് ഈ മരുന്നിൽ എന്തെങ്കിലും പ്രയോജനം കിട്ടണമെങ്കിൽ നാളെ രാവിലെ വന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് പിറ്റേ ദിവസം ഞാൻ ഡിസ്പെൻസറി തുറക്കാനായിട്ട് ചെല്ലുമ്പോഴേക്ക് എന്നേക്കാൾ മുമ്പേ വന്ന് ഈ അമ്മ അവിടെ ഇരിക്കുകയാണ്. അന്ന് രാത്രി ഈ മൂത്ത മോളെന്ന് ഈ ബെൽസ് പാൾസി ഉള്ള കുട്ടി കുറച്ച് ആഹാരം കഴിച്ചു എന്നുള്ള ഒരു വാർത്ത പറഞ്ഞു. അപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ നോക്കിയിട്ട് ഞാൻ ഇവരുടെ അന്ന് നമുക്ക് ഇപ്പോഴത്തെ ക്യാഷ് ടാക്കിംഗ് ഒന്നുമില്ല. അന്ന് ഈ ക്യാഷ് നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും കൊടുത്താൽ വിജയിക്കണമല്ലോ എന്ന് പറഞ്ഞ് ക്യാഷ് ടാക്കിംഗ് ഒക്കെ നടത്തും. എല്ലാം നടത്തിയപ്പം കാലി കാർബാണ് വന്നത്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു ഒരു 2 മണിക്ക് ഉച്ചയ്ക്ക് ശേഷം തുറക്കുമ്പോൾ നിങ്ങൾ വരാൻ പറഞ്ഞത്. അന്ന് പേഷ്യൻ്റ് ഇല്ല, വല്ലപ്പോഴും ഒരെണ്ണം വരണത് തന്നെ. അങ്ങനെ എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് മറ്റേ ഹിന്ദുസ്ഥാനിൽ പോയി കാലി കാർബിന്റെ ജർമ്മൻ 6 ഡോസായിട്ട് തന്നെ വാങ്ങിച്ച്. അന്ന് നമുക്ക് ഈ ജർമ്മൻ മെഡിസിനൊക്കെ വാങ്ങിക്കാനുള്ള ആ ഒരു മോണിറ്ററി ഇതൊക്കെ വളരെ കുറവായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഇതിലേതായാലും ഒരു 6 ഡോസ് ജർമ്മൻ കാലി കാർബ് വാങ്ങിച്ച് ഇവർക്ക് കൊടുത്തു. പക്ഷെ അത്ഭുതം എന്ന് തന്നെ പറയാം. അവരുടെ ബെൽസ് പാൾസി എന്ന് പറഞ്ഞാൽ അവർക്ക് ആഹാരം കഴിക്കാം, മറ്റേ ആഹാരമൊന്നും കഴിക്കാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇനി അവർക്ക് വേണ്ട എല്ലാ ആഹാരങ്ങളും കൊടുക്കുക എന്ന് വെച്ചാൽ ആദ്യ ദിവസം ഇല്ല. അതുകൊണ്ട് എല്ലാ ആഹാരം കൊടുത്ത് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യാനായിട്ട് പറഞ്ഞയച്ച കേസാണ്. പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ട് അവർക്ക് ആഹാരത്തിൽ ഈ ഡ്രൂളിങ് ആദ്യം മാറി, ഒരു വശത്തൂടെ വലിക്കുന്നത് മാറി, പിന്നെ കണ്ണിൻ്റെ ആ ഇതിലെല്ലാം വ്യത്യാസം. അപ്പം ഞാൻ പറഞ്ഞ ഒരു കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് ഫേഷ്യൽ എക്സസൈസ്, പിന്നെ ഒരു സ്കാർഫ് കഴുത്ത് ചുറ്റി വയ്ക്കണം, കുറെ കാലം ഇത് വേണം, തണുപ്പ് ഒട്ടും അടിക്കരുത്, യാതൊരു അങ്ങനെ നമ്മളെ ബെൽസ് പാൾസിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മളെ യുക്തിക്ക് അനുസരണമായിട്ടുള്ള എല്ലാം പറഞ്ഞങ്ങനെ ഉപദേശിച്ചൊക്കെ വിട്ട് അവരെടുത്ത് അതുപോലെയൊക്കെ അവരനുസരിച്ച് ഏതായിരുന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ക്യൂറായെന്ന് വെച്ചാൽ അവർക്ക് ആഹാരം എല്ലാം കഴിക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ അമ്മ വന്ന ഞാൻ ചോദിച്ച് ഇപ്പൊ എങ്ങനെ തങ്കച്ചി എന്നുള്ള പേര്
തങ്കച്ചി എങ്ങനെയുണ്ട്? അവളിപ്പം മരിച്ചിന് കഴിഞ്ഞവരെ ചവച്ച് നിന്നു. ഞാനപ്പോൾ ആലോചിച്ച് ബാക്കി നമ്മളകത്ത് കാര്യം പറഞ്ഞാൽ നമ്മളെ മരുന്ന് ഏതായാലും ഏറ്റ് എന്ന് വെച്ചാൽ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇവിടെ വീട്ടിൽ കൊണ്ട് അവളുടെ വീട്ടിൽ കൊണ്ട് ആക്കിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ ബാക്കി മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ടായിരിക്കും കൊണ്ടാക്കിയത്. അങ്ങനെ ഇരുതൽ ഇത്രയും സംഭവിച്ചതിന് ശേഷം വേറെ കുഴപ്പമില്ല, ഭർത്താവ് തിരിച്ച് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവർ വന്ന്, അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് സ്ഥലത്തില്ലായിരുന്നു, ഞാൻ പത്തനംതിട്ടയായിരുന്നു. അന്ന് ഈ മൊബൈലൊന്നും ഇല്ല, ലാൻഡ് ഫോണാണ്. അപ്പം ലാൻഡ് ഫോണിൽ കൂടെ ഉള്ള കണക്ഷനിൽ ഇവർക്ക് വീണ്ടും അസുഖം വന്നെന്നും അതിന്റെ കാരണം ഞാൻ ഫോണിൽ കൂടെ തിരക്കിയപ്പോൾ തന്നെ ഇപ്പൊ എൻ്റെ ഡിസ്പെൻസറിയിൽ ഫോണില്ല, അടുത്ത കടയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രദറിന്റെ കടയാണ്. അപ്പൊ അവിടെ ഫോൺ വന്ന് അപ്പൊ അവിടെ കൊടുക്കാൻ പറഞ്ഞവർ സംസാരിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇവർ ദൈവവിശ്വാസം കൂടുതലുള്ളവരായതുകൊണ്ട് ഇത് ഏതോ ബാധോപദ്രവം എന്ന് പറഞ്ഞ് നേരെ ഇപ്പം നമ്മൾ രാവിലെ സ്കാഫൊക്കെ ചുറ്റി വേണം വെളിയിലിറങ്ങാൻ, തണുപ്പൊട്ടും കൊണ്ടുകൂടാ എന്ന് പറയുക, ഫേസിയൽ എക്സർസൈസ് എല്ലാം ചെയ്ത് നോർമലാക്കിയ കേസിന് ഇവരുടെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് ബാധ ഒഴിപ്പിക്കാനായിട്ട് അതിന് ഏതോ ഒരു ജ്യോത്സ്യന്റെ അടുത്തോ ഏതോ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി അവസാനം തലയിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ലോവർ ജാ അങ്ങോട്ട് മാറുകയും ചെയ്ത്. പിന്നെ ആ സമയത്താണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ വയ്യ, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വൈകുന്നേരം സുഖമായി 4 മണിയോടുകൂടി മരണ വാർത്ത വിളിച്ച് പറഞ്ഞു. അങ്ങനെ നമ്മളെ കാലിക്കാർവ് രക്ഷപ്പെടുത്തിയെങ്കിലും, കാലിക്കാർവ് മാത്രമല്ല നമ്മളെ ഹോമിയോപ്പതി രക്ഷപ്പെടുത്തിയെങ്കിലും ആ പേഷ്യന്റിന് കൂടുതൽ കാലം ജീവിക്കാനായിട്ട് ഭർത്താവ് അനുവദിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കാലിക്കാർവിൻ്റെ പറയുമ്പോൾ എനിക്കിതുണ്ട്. പിന്നെ കാലിക്കാർവിന് എനിക്ക് കിട്ടിയിട്ടുള്ള നല്ല റിസൾട്ടുകൾ സ്കിന്നിലാണ്. സ്കിന്നിൽ വെച്ചാൽ ലൂക്കോഡർമ എനിക്ക് പല കേസുകളിലും വിജയിച്ചതുകൊണ്ട് ഞാൻ കണ്ണുടച്ചുകൊണ്ട് ഇപ്പം വേറെ ഒന്നും ചോദിക്കാറില്ല. രോഗിയുടെ അടുത്ത് ഇങ്ങേറ്റ ഒരു സിംറ്റം പോലും ചോദിക്കാറില്ല. വന്നുകൊണ്ടേ കാലിക്കാർവ് ഒരു 6 ഡോസ് മരുന്നും കൊടുക്കും. സിഫിലിന് ഇത് 2 1 പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. 6 ഡോസ് 2 കൊടുക്കും. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. വേറെ എക്സ്റ്റേണലായിട്ട് ഒന്നും തേക്കുന്നില്ല. അങ്ങനെ കാലികാർബിന് നല്ല റിസൾട്ട് ഇങ്ങനെ സ്കിന്നിലും കിട്ടിയതായിട്ടുള്ള ഇതുണ്ട്. പിന്നെ കാലിബൈക്രോമിക്കം, ആ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഈ നേരത്തെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് കാലി ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. കാലിബൈക്രോമിക്കത്തിൽ പിന്നെ കിട്ടിയിട്ടുള്ള വൻ റിസൾട്ടുകൾ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ട്രാക്ട് അലർജിയാണ്. റെസ്പിറേറ്ററി ട്രാക്ട് അലർജി ഞാൻ നേരത്തെ പറഞ്ഞ സിലിക്കോസിസ് മുതൽ ബാക്കിയുള്ള എല്ലാം ഇതിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും കാലിബൈക്രോമിക്കം പരീക്ഷിച്ച് നോക്കാം. ക്രോണിക് ആയിട്ടുള്ള സ്നീസിങ് എന്ന് പറഞ്ഞാൽ മറ്റേ സ്ത്രീകൾ വന്ന് പറയും തുമ്മുമ്പോൾ മൂത്രം പോകണമെന്ന് വരെ പറയണതിന് ഞാൻ ആ ഗ്രൂപ്പിൽ തന്നെയുള്ള കോസ്റ്റിക്കം കൂടെ കൊടുക്കും. കാലിബൈക്ക് ഫസ്റ്റിൽ കൊടുക്കും. ദി സെക്കൻഡ് പ്രിഫറൻസ് ഈസ് കോസ്റ്റിക്ക. എല്ലാം 1 പൊട്ടൻസി. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നല്ലത്. അതേസമയം യൂറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതിലൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വല്ല ബാക്ടീരിയ വല്ലതും ട്രേസ് ആയിട്ടുണ്ടെങ്കിൽ ഹെപ്പാറൂടെ കൊടുക്കും. ഈ 3 മരുന്നും ഒരു ദിവസം തന്നെ രാവിലെയും വൈകുന്നേരവും കഴിക്കാൻ പറയും. അതിഭയങ്കരമായ റിസൾട്ടുകൾ കിട്ടിയിട്ടുമുണ്ട്. എന്നുവെച്ചാൽ പല റിസൾട്ടുകളും ഈ ബാക്ടീരിയ ഒക്കെ കൂടുതലുള്ളതിന് വരെയും ഈ 3 കോമ്പിനേഷൻ. പിന്നെ കാലിബൈക്രോമിക്കം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കോസ്റ്റിക്കം കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ആദ്യം പിടിച്ച് വന്നിട്ട് അച്ഛന് പനി വന്നിട്ടുണ്ടോ അമ്മയ്ക്ക് പനി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയല്ല. ആ സിസ്റ്റമൊക്കെ എടുത്ത് കളയണമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള പല സംസാരത്തിൽ ഇതിൽ പലരും എന്നെ വിമർശിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ ചോദ്യം ചെയ്യലൊക്കെ ഞാൻ മതിയാക്കിയിട്ട് ഇനി നമ്മളേതായിട്ടുള്ള എന്ന് വെച്ചാൽ നല്ല അലോപ്പതി കൺസൾട്ടേഷൻ പോലെ ഉള്ള മരുന്ന്, നമ്മളെ മരുന്ന് ആക്ട് ചെയ്യുന്ന മരുന്നുകളാണ് ഈ പറയണതിലെല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല എൻ്റെ ധാരാളം എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാം കിട്ടിയിട്ടുള്ള റിസൾട്ടുകളിലുള്ളതാണ് ഈ കാലിബൈക്ക്, കോസ്റ്റിക്കം, ഹെപ്പാർ ഈ കോമ്പിനേഷൻ. ഇതിൽ കൊടുക്കേണ്ടി വരുന്ന പ്രധാനം ആദ്യമായിട്ട് നമ്മൾ നോക്കുക സെപ്റ്റൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിന് സർജറിക്ക് പറഞ്ഞയക്കുകയല്ല. സർജറിക്ക് പറഞ്ഞയച്ചിട്ട് മറ്റേ ഈ കാളയ്ക്ക് മൂക്ക് കുത്തിയിട്ട് കയറിടാനായിട്ടൊരു സംവിധാനമുണ്ട്. അതുപോലെ സെപ്റ്റൽ ഡീവിയേഷൻ കറക്റ്റ് ചെയ്തിട്ട് വന്ന കേസുകൾ, ദ്വാരം വന്ന് വീണ കേസുകളുണ്ട്. അതുകൊണ്ട് അതിനല്ല നമ്മൾ പറഞ്ഞയക്കാനുള്ള ഈ കോമ്പിനേഷൻ നമുക്ക് പലരും പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. ആദ്യം ഈ അലർജി സിവിയർ അലർജി ആയിട്ട് തുമ്മലിന്റെ കൂട്ടത്തിൽ സെപ്റ്റൽ ഡീവിയേഷൻ കാണും, നാസൽ പോളിപ്പ് കാണും. ഇതല്ല ഈ കാണുന്ന അവസരത്തിൽ ഞാൻ ചെയ്യുന്ന സാധാരണ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് കാലിബൈക്ക്, രണ്ടാമത് ഇത് കോസ്റ്റിക്കം കൊടുക്കണം. കോസ്റ്റിക്കം കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മിഡ് ലൈൻ എന്ന് വെച്ചാൽ നമ്മളെ നെറ്റി തൊട്ട് ഈ പെർണിയം വരെയുള്ള ആ പെർണിയത്തിൽ ഒരു വെൽഡ് ചെയ്യുന്ന പോലെ ഒരു ഭാഗമുണ്ട്. തടവി നോക്കിയാൽ പലരും അത് കണ്ടുകൂടെ കാണില്ല. ഒന്ന് തടവി നോക്കിയാൽ അറിയാം. അവർക്ക് ഈ ഒരുമാതിരി വെൽഡ് ചേർത്തിട്ടുള്ള പോലെ നമ്മളെ ശരീരത്തിലൊരു ഭാഗമുണ്ട്. ആ തമ്മിലുള്ള യോജിപ്പ് അങ്ങനെയുള്ള മിഡ് ലൈൻ അവിടെ
ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വേറെ ഒരു മരുന്നിനെ പറ്റി ആലോചിക്കേണ്ട, കോസ്റ്റിക് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് സെപ്റ്റൽ ഡീവിയേഷൻ, സെപ്റ്റൽ എന്ന് പറഞ്ഞാൽ മിഡ് ലൈനാണ്. മിഡ് ലൈൻ ആയതുകൊണ്ട് ഇത് കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ ഡീഫോമിറ്റി പരിഹരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞ് സർജറിയുടെ കറക്ഷൻ പോലെ വരില്ല, വളരെ ആശ്വാസം കിട്ടും. രോഗി വളരെ ഈ തുമ്മലെന്നും അലർജിയിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ടതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് രണ്ടും മാത്രമാണോ നേസൽ സെപ്റ്റത്തിന് കൊടുക്കുന്നത്? നേസൽ സെപ്റ്റത്തിന് ഈ രണ്ട് മെഡിസിൻ മാത്രമാണോ? ഡീവിയേഷൻ ഞാൻ കൊടുക്കുന്ന ഒന്നാമത്തെ മരുന്ന് സെപ്റ്റൽ ഡീവിയേഷൻ. ഈ മിഡ് ലൈൻ കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട് കോസ്റ്റിക്കം കൊടുക്കും. അതിന്റെ കൂടെ അലർജി മാറാനായിട്ട് കാലിബൈക്ക് കൊടുക്കും. പിന്നെ ഹെപ്പാർ, ഇൻഫ്ലമേഷൻ മാറാനായിട്ട്. ഇത് മൂന്നും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും. രണ്ടാമത്തെ ദിവസം തന്നെ അവർ രക്ഷപ്പെടും. അലോപ്പതി മരുന്ന് കഴിച്ച്, അലോപ്പതിയിൽ ഒരു 5 അലർജി ടാബ്ലറ്റും ഒക്കെ കഴിച്ച് 2 സിട്രസിനും കഴിക്കുന്നതിനേക്കാളൊക്കെ വളരെ ആശ്വാസം ഈ മരുന്ന് കിട്ടുന്നത് കൊണ്ടാണ് നമ്മളടുത്തൊക്കെ വീണ്ടും പേഷ്യന്റ് വരണത്. 6 ഡോസിനല്ലേ സാർ കൊടുക്കുന്നത്? 6 ഡോസ് തന്നെ, മിനിമം 6 ഡോസ് തന്നെ കൊടുക്കും. രാവിലെ രാത്രി 1.5 വിട്ട്. അപ്പൊ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു വെച്ചാൽ രാവിലെ 6 മണിക്ക്. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഇപ്പം പിന്നെ ഒരു സ്ഥിരം ട്രെൻഡാണ് നമ്മള് ഈ കൊറോണ വാക്സിൻ എടുത്തിട്ട് വരണവർ. അതിനാണെങ്കിൽ തൂജ കൂടെ കൊടുക്കാറുണ്ട്. ഞാൻ ഈ ഇൻഫ്ലമേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഹെപ്പാറിനെ മാറ്റിയിട്ട് തൂജ ഫസ്റ്റില്, സെക്കൻഡ് കാലിബൈക്ക്, തേർഡ് കോസ്റ്റിക്, ഇങ്ങനെയും കൊടുക്കാറുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നതിലൊക്കെ നല്ല വിജയം കിട്ടുന്നുണ്ട്. വിജയം കിട്ടുക വെച്ചാൽ വളരെ നല്ല വിജയങ്ങളാണ് കിട്ടുന്നത്. പിന്നെ കാലിബൈക്കിന്റെ വീണ്ടും ഒരു ഉപയോഗം പറയണത്, എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളിൽ ഏറ്റവും കൂടുതലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഞാൻ ഈ സംഭവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ ഒരു പ്രൊഫസർ, ആരെന്നും പറയണില്ല, ഒരു പ്രൊഫസർ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, എലോങ് വിത്ത് മറ്റേ ഒരു ബാക്ടീരിയയുടെ പേരും കൂടെ പറയും. മിക്കവാറും ഉള്ളതിലെല്ലാം അത് കാണുന്നത്. അതിന്റെ ഇപ്പം ഓർമ്മയ്ക്കില്ല. അതിൻ്റെ ഇതെല്ലാം കൂടെ ഉള്ള ഒരു കേസിൽ നമ്മൾ പിന്നെ സാധാരണ എന്ന് വെച്ചാൽ അലോപ്പതിയിലും എൻഡോസ്കോപ്പിയും ഇതെല്ലാം നോക്കിയിട്ട് വരുന്ന കേസുകളായിരിക്കും നമ്മളടുത്ത് കിട്ടണതല്ല. അതിനൊക്കെ ഞാൻ ഒരു സിംറ്റം കൂടെ ഞാൻ ചോദിക്കാറില്ല. വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ മിക്കവാറും കൊണ്ടുവരുമ്പോഴേക്കും ഇതിന്റെ എൻഡോസ്കോപ്പിന്റെ റിസൾട്ടും ഒക്കെ ആയിട്ടായിരിക്കും വരണത്. അപ്പൊ ഇത് പിന്നെ ഈ കോളി ഇത് കാണിങ്ങനെ പല കോളി ബാക്ടീരിയ ഇതെല്ലാം ഉള്ളതില്ലേ, ഹയാറ്റസ് ഹെർണിയ ഇല്ലാത്ത ഒരു ഇതിലും വരില്ല. അപ്പൊ ഹയാറ്റസ് ഹെർണിയ എനിക്ക് തോന്നുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ആഹാരം അതുവഴി പോണ ആ സമയത്ത് ആ ഹെർണിയേഷന്റെ ഭാഗം ഒന്ന് തള്ളിയിടിക്കുമ്പോഴായിരിക്കും അവര് ഇത് നോക്കണത്. ആ സമയത്താകുമ്പോൾ ഇത് വരണ എല്ലാത്തിനും കാണുന്നത് ഹയാറ്റസ് ഹെർണിയ എഴുതിയിരിക്കും. ഏത് ഹെർണിയ ആയിരുന്നാലും ശരി, കാലിബൈക്ക്, ഹെപ്പാർ നല്ലവണ്ണം ആക്കിയാണ് ഇവിടെ. അപ്പൊ ഞാൻ ഈ കൊടുത്തിട്ടുള്ള ഈ IBSന് ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുന്ന മരുന്ന് കാലിബൈക്കും ഹെപ്പാറും മാത്രം. ഈ ഹെപ്പാർ കൂടെ പിന്നെ ക്ലപ്മോസ് എന്നൊരു മരുന്ന് ഞാൻ കൊടുക്കാറുണ്ട്. ഈ ക്ലപ്മോസ് ചിലപ്പോൾ ഹോമിയിൽ തിരക്കിയാൽ കാണില്ല, വേറെ ഒന്നുമല്ല, ലൈക്കോപോഡിയം. പഴയ ബോട്ടണിയുടെ ഓർമ്മയിൽ ഞാൻ കോഡിട്ട് കൊടുക്കുന്ന ക്ലപ്മോസ് CM എന്നിട്ടേക്ക്. CM എന്ന് പറഞ്ഞാൽ എനിക്കും ഇവിടെ എൻ്റെ പെമ്പറന്നാർക്കൊക്കെ മനസ്സിലാവും ഇത് ലൈക്കോപോഡിയാണ്. അപ്പം അതും കൂടെ ഇട്ട് ചിലപ്പോൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോഴും ഇതൊക്കെ തന്നെ എഴുതുന്നത്. കാലിബൈക്കിന് PDC എന്നാണ് ഞാൻ എഴുതുന്നത്. എന്ന് വെച്ചാൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് കാലിബൈക്രോമിക് എന്ന് പറഞ്ഞ് നമ്മൾ ട്രീറ്റ് ചെയ്യണത്. അങ്ങനെ ചില മരുന്നുകളുടെ ഒക്കെ കോഡും കൂടെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ എഴുതിയ ആളുകളെ കൊടുക്കണം വരുമ്പോഴത്തേക്ക് അവരത് മനസ്സിലാക്കരുതല്ലോ ഇതാണ് സംഭവം എന്നുള്ളത്. ഇപ്പൊ യൂട്യൂബിൽ കൂടെ ഇടുമ്പോൾ ഇതെല്ലാം മനസ്സിലാവും, എങ്കിലും കുഴപ്പമില്ല. ഈ IBSന് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മളെ ഈ പറഞ്ഞ ഡോക്ടറും വളരെയധികം കഷ്ടപ്പെട്ട് ഒടുവിൽ അവസാനം പുള്ളിയുടെ ഒരു രോഗി എൻ്റെ അടുത്ത് വന്ന് ആണ് ഈ പുള്ളിയെ എൻ്റെ അടുത്തോട്ട് ഗൈഡ് ചെയ്തത്. ഏതായിരുന്നാലും പുള്ളിക്കും 3 വിസിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മരുന്നിന്റെ ആശ്രയമേ ഇല്ല. ഇപ്പോൾ പഴയതിൻ്റെ ഇരട്ടിയായിട്ട് രാവിലെ 8-ന് മെഡിക്കൽ കോളേജ്, ഉച്ചയ്ക്ക് 2-ന് വീട്ടിൽ, രാത്രി 12 വരെ പ്രൈവറ്റ് പ്രാക്ടീസ്. ഇത്രയുള്ളൊരു ഡോക്ടറാണ്. അപ്പൊ ഇപ്പം പൂർവാധികം ഭംഗിയായിട്ട് ചെയ്യണ്. എന്നെ ഹോമിയോപ്പതി സാമുൽ ഹനുമാന്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്കൊരു മെസ്സേജ് ഇട്ടത് അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം ഹോമിയോയെ ഒന്നാമതായി വെറുത്തിരുന്ന ഒരു വ്യക്തിയാണ്. ഹോമിയോയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വെറും മറ്റേ കടലിൽ വെള്ളം ഒരു മരുന്ന് കഴിച്ചാൽ എല്ലാ രോഗം മാറും എന്നുള്ളതൊക്കെ മറ്റേ നേസന്റ് പണ്ടിറക്കിയതുപോലെയൊക്കെ ഉള്ള ഇതിന്റെ മുമ്പേ നിന്നൊരു വ്യക്തിയാണ് ഈ ഡോക്ടർ എന്നുള്ളത് ഏറ്റവും രസകരമായ കാര്യം. ആ ഡോക്ടർ ഇപ്പം സാമുൽ ഹനുമാന്റെ ബർത്ത്ഡേ വിളിച്ച് എൻ്റെ അടുത്ത് പറയണതും അദ്ദേഹമാണ്. ഇതെല്ലാം എവിഡൻസ് ഉണ്ട്, പുള്ളിയുടെ വോയിസ് മെസ്സേജ് വരെ എൻ്റെ ഉണ്ട്. അങ്ങനെ കാലിബൈക്രോമിക് എന്ന് വെച്ചാൽ നമുക്ക് വളരെ 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 ഇത് കിട്ടിയിട്ടുള്ള
റിസൾട്ടുകളിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള എനിക്ക് കാലിബാഗ്. ചുരുക്കി പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ ചെല്ലുമ്പോൾ ആദ്യം അവർ തന്നെ പറയും കാലിബാഗിന്റെ എത്ര കുപ്പി വേണമെന്നാണ് ചോദിക്കുന്നത്. അത്ര വരെ നമ്മൾ കാലിബാഗുമായിട്ട് കൂടുതൽ ഇതായിട്ടുണ്ട്. ഇനി വേറൊരു സംഭവം ഇങ്ങനെ സംഭവങ്ങൾ ആലോചിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈ 1 മണിക്കൂറും 2 മണിക്കൂറൊന്നും പോരാ. നമ്മളെ ധനേഷ് സാറ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലേ, ഇനി എന്തോ പറയാനെന്ന് എന്ന് ചോദിച്ചെങ്കിലും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പലതും വരും. ഇനി കാലിബൈക്രോമിക്കിന്റെ ഒരു ഭയങ്കര ഒരു രസകരമായ എന്റെ ഗുരുനാഥന്മാരെയും വെട്ടിക്കൊണ്ടുപോയ ഒരു കേസ്. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ഈ നമ്മളെ ഇതിൽ കമന്റ് വരും. ഇപ്പൊ തൂജ വിട്ടാന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ എൻ്റെ അടുത്ത് അതിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മളെ കമന്റ് ബോക്സ് നോക്കുമ്പോഴത്തേക്ക് തൂജ വിട്ടാന്ന്. ഇവൻ മനസ്സിലാക്കുന്നുണ്ട് ഈ തൂജ മാത്രമല്ല ഹോമിയിൽ ഉണ്ടാന്നുള്ളത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ രസം. അപ്പൊ ഞാനിതേപോലെ ഒരു ക്ലാസ് എന്ന് വെച്ചാൽ ഞാൻ പണ്ടത് പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറിയല്ല എനിക്ക് കിട്ടിയ ഒരു നല്ല വിജയമാണ് ഈ പനജ മാഡത്തിന്റെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. പനജ മാഡത്തിന്റെ ഈ ഇതുണ്ടല്ലോ ബ്രോങ്കിയോസ്റ്റാസിസ് ഇത് ആംബിയോട്ടിക് ചെയ്യണമെന്ന് പറഞ്ഞ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുത്ത ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ തൂജയൊക്കെയാണ് ഞാൻ കൊടുത്തതെന്ന്. അതിന് അപ്പൊ അവര് ഈ മന്ത്രിയുടെ വേദിയിൽ വെച്ചത് പറഞ്ഞപ്പോഴേക്കും നമ്മളെ ഹോമിയോയിലെ ഡോക്ടർമാർക്ക് ഇതെന്ത് കേസാണെന്നും ഇത് എന്ത് മരുന്ന് കൊടുത്തെന്ന് പറയാനുള്ള ഇതുകൊണ്ട് ഒരു ദിവസം നമ്മൾ ആയുർവേദ കോളേജിന്റെ അടുത്തുള്ള ഗ്രാജുവേറ്റ് അസോസിയേഷന്റെ ഒരു മീറ്റിങ്ങിൽ ഞാൻ ഈ മാഡത്തിന്റെ ഈ ഇതുണ്ടല്ലോ ലങ്സിന്റെ എക്സ്റേയും നമ്മൾ എടുപ്പിച്ച എക്സ്റേയും എല്ലാം കൂടെ കൊണ്ട് കാണിച്ച് ഇത് വിശദമായി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അപ്പൊ ഞാനിതെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സിംറ്റം നോക്കൂല, ഞാൻ പതോളജിക്കൽ കൺസിഡറേഷനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളത്. നമ്മളെ മരുന്ന് ഇപ്പൊ ആന്റിബയോട്ടിക്കിന് പകരം കൊടുക്കുന്ന ഹെപ്പാർ കൊടുത്തു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്കിന്റെ എഫക്റ്റ് കിട്ടുകയാണ്. പിന്നെ നമ്മൾ ഈ ബാക്കിയുള്ള മരുന്നിനെ പറ്റിയും ഈ 1000 ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഇത് അലോപ്പതി ചെയ്യുമ്പോൾ പാരസിറ്റമോൾ കൊടുത്ത് പനിക്ക് ഇത് കൊടുക്കണം, അതേപോലെ നമുക്ക് മരുന്നുകളുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈ കാലിബൈക്കും അല്ല. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ അപ്പൊ ഇതെല്ലാം എടുത്ത് കാണിച്ച കൂട്ടത്തിൽ ഇങ്ങനെയല്ല ഹോമിയോപ്പതിക്ക് മറ്റേ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞു എനിക്കതില്ല. അതുകൊണ്ടാണ് ഞാൻ മരുന്ന് പറഞ്ഞു എനിക്ക് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് കൊടുക്കണ മരുന്ന് കേൾക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ അതിനെ തിരിച്ച് പറഞ്ഞടച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ഡോക്ടറെ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ടൈം തരണേ. ഞാൻ പറഞ്ഞു എന്നെ കളിയാക്കിയത് പോരെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് പറഞ്ഞ നമ്മള് ഈ ഗ്രൂപ്പിൽ തന്നെയൊക്കെ ഉള്ള എന്റെ ക്ലാസ് കൃഷ്ണ ഡോക്ടർ പറഞ്ഞതാണെന്ന് പറഞ്ഞ് വിളിച്ച് കാര്യം പറഞ്ഞു. പുള്ളിയുടെ അസുഖം എന്ന് പറയുന്നത് പുള്ളിയുടെ ഭാര്യയ്ക്ക് സിസ്റ്റിക് ഡീജനറേഷൻ അങ്ങനെ എന്തോ അല്ല ഈ യൂട്രസില് ഫൈബ്രോയിഡോ അങ്ങനെയുള്ള എന്തോ ഒക്കെ കണ്ടീഷൻ ഉണ്ട്. പരിതാപകരമായ ഒരു അവസ്ഥയിൽ എന്റെ ഗുരുനാഥന്മാർ രണ്ടുപേരും മരുന്ന് കൊടുത്തതുമാണ്. അപ്പം ഒരാൾ 1.5 കൊല്ലം മരുന്ന് കൊടുത്ത്, ഒരാൾ 6 മാസം മരുന്ന് കൊടുത്തു. രണ്ടുപേരും പേര് ഞാൻ പറയണില്ല. രണ്ടുപേരും മരുന്ന് കൊടുത്തിട്ട് ഇതില്ല. അപ്പൊ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഈ രോഗികളെ നോക്കാറില്ല. ഈ രോഗി പറയണ പോയിട്ട് ഞാൻ രോഗിയെ കാണാനില്ലെന്നുള്ളതാണ് വേറെ രസം. അപ്പൊ ഈ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു 3 മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തും പോരാൻ പറഞ്ഞു. അപ്പോഴേക്ക് ഈ പറഞ്ഞ ഡോക്ടറും പുള്ളിയുടെ ഭാര്യയും കൂടെ വന്നു. ഞാൻ ഭാര്യയെ നോക്കിയേ ഒന്നുമില്ല, അവരെ ഇതില്ല. ഞാൻ പിന്നെ എൻ്റെ ആ ഒരു ഒബ്സർവേഷനിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പുള്ളി ഒരു സൈഡ് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. കാര്യം അവർക്ക് നേരെ ഇരിക്കാൻ ഒക്കില്ല. കാര്യം ഈ യൂട്രസിന്റെ അവിടുത്തെ ഈ ഇൻഫ്ലമേഷൻ ഈ സിസ്റ്റെല്ലാം കൂടെ വളർന്നിട്ട് ഇവർക്ക് ഏനസിന്റെ അവിടെയും പെയിൻ റേഡിയേറ്റ് ചെയ്യും. അപ്പൊ നേരെ ഇരിക്കാൻ വയ്യ. അങ്ങനെ ഒരു സൈഡ് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അത് ഞാൻ വാച്ച് ചെയ്ത് സ്കാൻ റിപ്പോർട്ട് മുഴുവനും നോക്കിയിട്ട് അപ്പൊ അതിന്റെ എൻകറേജ്മെന്റ് ഓഫ് ഓവറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, വാസ്കുലാരിറ്റി ഇൻക്രീസ്, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വേറെ ഒന്നും നോക്കില്ല. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ 4 ഡോസ് മരുന്ന് തരും, ഒന്ന് 6 മണിക്ക്, ഒന്ന് 10 മണിക്ക്. അപ്പം 6 മണിക്കുള്ളത് കാലിബൈക്കും 10 മണിക്കുള്ളത് ഹെപ്പാർ. അപ്പം എൻ്റെ നിഗമനം അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ കുറവില്ല എങ്കിൽ തീർച്ചയായും ഇതിന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും കാണിക്കണം. അതുവരെ ഒന്ന് വാച്ച് ചെയ്തു. അപ്പൊ ഇത് ഒരു ദിവസം കുറവുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം ഡോക്ടർ ഒന്നുകൂടെ വരേണ്ടി വരും. ഇതിന്റെ ബാക്കി മരുന്ന് ഞാൻ ഒറ്റ ഡോസേ തരണോളൂ, ഒരു ദിവസത്തെ ഡോസേ തരണോളൂ. അപ്പൊ ഒരു രാത്രി പുള്ളി ഉച്ചയ്ക്കാണ് വന്നത്. അപ്പൊ വൈകുന്നേരം 6:10, പിറ്റേ ദിവസം രാവിലെ 6:10. ഇതിങ്ങനെ ഇതിനെ എഴുതി ഒരു 4 ഡോസ്, 2 ഡോസ് കാലിബൈക്കും 2 ഡോസ് ഹെപ്പാറും കൊടുത്തിട്ട് ഡോക്ടറെ പറഞ്ഞു വിട്ട്. പിറ്റേ ദിവസം ആദ്യത്തെ ഫോൺ വിളി എന്ന് വെച്ചാൽ രാവിലെ ആദ്യത്തെ ഫോൺ വിളി എന്ന് പറഞ്ഞാൽ 2 വർഷത്തിന് ശേഷം എന്ന് വെച്ചാൽ 1.5 കൊല്ലം ഒരാളുടെ ട്രീറ്റ്മെന്റ്, 6 മാസം അടുത്ത ആളുടെ ട്രീറ്റ്മെന്റ്. 2 വർഷത്തിന് ശേഷം എൻ്റെ ഭാര്യ സുഖമായി ഉറങ്ങിയ ഒരു രാത്രി എന്ന് പറയുന്നത് ഇന്നലെ രാത്രിയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞാൻ ഇനിയും നമ്മൾ ഈ പഴയ മെത്തേഡിൽ പോകണമെന്ന് ഒന്നും കൂടെ ഞാൻ ആലോചിക്കും. ഈ ആളിനെ പിടിച്ചിരുത്തി ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കണം, പുതച്ച് കിടക്കോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ട്. തണുപ്പാണ്,
ഹോട്ട് പേഷ്യൻ്റ് ആണ്. എന്തോ ഹോട്ട് പേഷ്യൻ്റ് ചുള്ളേരെ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് തന്നെ ഞാൻ ചിലടത്ത് ചോദിക്കും. ഹോട്ട് പേഷ്യൻ്റ് ആണ്, കോൾഡ് പേഷ്യൻ്റ് ആണ്, ഇതൊന്നും നോക്കാറില്ല. ഇതൊന്നും നോക്കണ്ട, മരുന്ന് കൊടുത്താൽ യാക്കുമെന്നുള്ള ഇതൊക്കെ കോമ്പിനേഷൻ ഇതിൽ ആർക്കും പരീക്ഷിക്കാം. അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഡോക്ടർ പിറ്റേ ദിവസം വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ അതിൽ ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങ് പോരെ, അതിൻ്റെ ബാക്കി മരുന്ന് തരാമെന്ന് പറഞ്ഞ്. ഇപ്പം അറിയാൻ കഴിയണ ഇന്ന് വരെ ഡോക്ടർ ഈ പുള്ളി ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്, സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കൂൾ ടീച്ചറാണ്. അവർക്ക് ഇന്ന് വരെ സർജറിയും ചെയ്തിട്ടില്ല, സുഖമായി ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല. ആ ഒരു ഇതല്ലേ ആ ഡോക്ടർ ഈ കുറച്ച് ദിവസത്തിന് മുമ്പ് വേറെ നമ്മളെ സർവീസിലുള്ള ഒരു ഡോക്ടർ എന്ന് വെച്ചാൽ ഒരു ഹില്ലി ഏരിയയിൽ ജോലിക്ക് പോണ ഡോക്ടറാണ്. അവരെയും ഒരു കൊല്ലം ജില്ലയിലെ ഏകദേശം കൊല്ലത്തിനടുത്തുള്ള ഒരു ലേഡിയാണ്. അവര് ഇതേപോലെ നടുവേദനയും എല്ലാം ശക്തമായിട്ട് ഈ നടക്കാനും ഇരിക്കാനും വന്നപ്പോൾ ഈ ഡോക്ടർ തന്നെ പറഞ്ഞു, വീണ്ടും എൻ്റെ അടുത്ത് അയച്ച്. പുള്ളി ഈയിടെ റിട്ടയർ ചെയ്തു. പുള്ളി അയച്ച് അതും വൻ വിജയം. അത് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിരുന്നു കംപ്ലൈന്റ്. കൊടുത്ത മരുന്ന് റെസ്റ്റോക്സ്, പോസ്റ്റിക്കം, ബ്രയോണിയ. ഈ 3 മരുന്നിൽ സർജറിയും ഇല്ല, എക്സ്റേ എടുപ്പില്ല, ഒന്നുമില്ല. സുഖമായി അവർ എവിടെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടാണ് അവസാനം നമ്മൾ ആ പറഞ്ഞ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞയച്ചതും അതും രക്ഷപ്പെട്ടു. അന്നേരം ഈ ഫൈബ്രോയിഡ് കേസിന് പിന്നെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? എത്ര ഇന്റർവെൽ? കാലിബൈക്രോമിക്ക് നോക്കിയിരുന്നാൽ അതിന് 20 ഡേയ്സിന് മുകളിൽ ഇതിന്റെ 30 ഡേയ്സ് ആണ് അതിന്റെ ആക്ഷൻ പറയണം. പീരീഡ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 6 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ 20 ദിവസം അത് ആക്ട് ചെയ്യും. ഈ ആക്ട് ചെയ്യുന്ന സമയം വരെ നമ്മൾ പഥ്യം തുടരുക. ഏലക്ക കഴിച്ചുകൂടാ, കായം ചേർന്ന ആഹാരം. കാലി ഗ്രൂപ്പിനും കായം, ഞാൻ അതെല്ലാം സ്വന്തം പരിഗണനത്തിനാണ്. കാലി ഗ്രൂപ്പിന് കായം വളരെയധികം ആന്റിഡോട്ടാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. ഏലക്ക, കായം, കോഫി പിന്നെ വലുതായിട്ട് പറയില്ല, എങ്കിലും ഈ പറയണ കൂട്ടത്തിൽ ഇത് 3 അങ്ങ് വരും. അപ്പം ഇത്രയും സാധനം ഒഴിവാക്കാൻ പറയും. എന്നിട്ട് 20 ദിവസം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യുമോ? 20 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ 1-2 പ്രാവശ്യം കൊടുക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവും. മാക്സിമം 3-4 പ്രാവശ്യം കൊടുക്കുമ്പോൾ ക്ലിയർ. പിന്നെ അത് വരാറില്ല നമ്മുടെ അടുത്ത്. പിന്നെ ആ അസുഖം എന്ന് പറഞ്ഞ് വരില്ല, പിന്നെ വേറെ എന്തെങ്കിലും അസുഖത്തിനായിട്ട് വരും. പിന്നെ ഈ അടുത്ത സമയത്ത് അത് ഞാൻ നേരത്തെ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ഇതാണ്, എങ്കിലും ഒന്നുകൂടെ കാലിബൈക്കിന്റെ ഇത് പറയുമ്പോഴത്തേക്ക് പറയണോ. കാര്യം ഈ കാലിബൈക്കിന് ബെൽസ് പാൾസി എനിക്ക് ഒരു ഇത് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഈ അടുത്ത സമയത്ത് ഒരു പല്ലെടുത്ത ഒരു 18 വയസ്സുകാരനാണ് ഒരു കുട്ടി. 18 വയസ്സ്, വളരെ ചെറുതിലേ തൊട്ട് ഞാൻ മരുന്ന് കൊടുക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം ഈ പുള്ളി അവർക്കതിൻ്റെ ആ അസുഖത്തിന്റെ ആ സിവിയറിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അടുത്ത് രാവിലെ വന്ന് പറഞ്ഞു, മകന് ഫോണിൽ കൂടെ പറഞ്ഞാണ്, ഈ ഒരു സൈഡിൽ കൂടെ തുപ്പൽ വെളിയിൽ പോണ്, വെള്ളം കുടിക്കാനൊക്കെ ഇല്ല, എല്ലാം കൂടെ പോകണം. ഞാൻ ഉടനെ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞാൽ, നമ്മൾ ഉടനെ ഞാൻ നേരത്തെ പറയും പോലെ കളിയാക്കും പോലെ കുറേ ചോദ്യങ്ങൾ ഞാൻ അതൊന്നും ചോദിച്ചില്ല. ഇവനെ പിരിയം ഉയർത്താൻ നോക്കണമെന്ന് ചോദിച്ചു. ഒന്ന് നോക്കാൻ പറഞ്ഞു. 2 പിരിയം ഉയരുമെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ പറയുന്നത് ഒരു പിരിയം ഉയരണുള്ളൂ, ഒരെണ്ണം ഉയരുന്നില്ല. അപ്പോൾ തീർത്തും ബെൽസ് പാൾസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ്. ആ സിംറ്റത്തിനെ കണക്കാക്കി നേരെ പിന്നെ ഞാൻ നല്ല കൊടുത്ത അനുഭവമുള്ളതാണ് കാലി കാർബ് കൊടുത്തതിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല ഒരു തണുപ്പ് കൂടിയ, തിരുവനന്തപുരത്തെ തണുപ്പ് കൂടിയ ഒരു ഏരിയയിൽ ഒരു ഹില്ലിലാണ് താമസിക്കുന്നത്. ആ ഹില്ലിൽ താമസിക്കുന്നതായതുകൊണ്ട് ഞാൻ നേരെ റെസ്റ്റോക്സ്, ആ സീസണിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് ഉള്ള സമയത്ത് ആക്ട് ചെയ്യുന്ന ഒരു മരുന്ന് റെസ്റ്റോക്സ് കൊടുത്ത്. അപ്പൊ ഇത് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ്, നീ എവിടെ ഈ കുട്ടിയെ പല്ലെടുപ്പിച്ച അവിടെ കൊണ്ടുപോയതിനു ശേഷം ഈ കുട്ടിയെ അവര് നേരെ ശ്രീചിത്രയിലോട്ട് റെഫർ ചെയ്യണമെങ്കിൽ കൊണ്ടുപോകണ്ട, നേരെ ഇവിടെ വന്നാൽ മതി. കാര്യം അവർക്ക് മനസ്സിലാക്കണമല്ലോ, ഇത് വെറും മറ്റേ എന്തോ പറയല്ലോ പഞ്ചാര ഗുളികവാരി കൊടുക്കണം എന്ന് പറയണത് പോലെ ഒരു ആക്ഷേപം ഇന്നും ഹോമിയോപ്പതിക്ക് ഉണ്ട്. നമ്മൾ ഇതൊക്കെ ചെയ്യണമെങ്കിലും നമ്മൾ പബ്ലിക്കിൻ്റെ ഇടയിൽ അതാണ് പഞ്ചാര ഗുളികയും അതുകൊണ്ട് കഴിയണത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കണക്കിന് ഈ പഞ്ചാര ഗുളിക നിർത്തിയിട്ട് നമ്മളെ BT 1 ഗ്രൈൻ വാങ്ങിച്ചാൽ കൊടുക്കണമായിരിക്കും നല്ലത്. ഇപ്പം ഞാനതേ ചെയ്യണുള്ളൂ. അതെല്ലാം ഒത്തിരി പൊതിയാൻ പ്രയാസമാണെങ്കിലും ശരി, നമ്മൾ SL കൊടുക്കുന്ന എഫക്റ്റ് വേറെ ഒന്നിനും കിട്ടുന്നില്ല. BTയിൽ ചേർത്തിരുന്നാൽ തന്നെയും BT ഫോം ചെയ്യാനായിട്ട് അതിനകത്ത് ഗം ചേർക്കുന്നുണ്ട്. ആ ഗമ്മിന്റെ പശ ചേർക്കുന്നത് കൊണ്ട് ആ പശയുടെ ഇതുകൊണ്ട് നമ്മൾ ആക്ഷൻ കുറയണം. ആ സമയം ഷുഗർ മിൽക്ക് കൊടുക്കുന്ന എല്ലാ കേസുകളും നമുക്ക് 100% വിജയം തന്നെയാണ് കിട്ടുന്നത്. ഈ കുട്ടിക്ക് കൊടുത്തതും പിന്നെ ഇതുണ്ടല്ലോ റെസ്റ്റോക്സും, ആദ്യം തണുപ്പിൻ്റെ അതിജീവിക്കാനായിട്ട് റെസ്റ്റോക്സും, പിന്നെ കാലി കാർബ് പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഡ്രൂളിങ് നിന്ന്, സൈഡിൽ കൂടെ ഉള്ള വലിപ്പൊക്കെ നിന്ന്, പിന്നെ സ്കൂൾ കോളേജിൽ പോകാനും ഒക്കെ അങ്ങ് അനുവദിച്ചു. അതുവരെ അത് വേണ്ടെന്ന് പറഞ്ഞ് എക്സസൈസും ഫേഷ്യൽ എക്സസൈസും ഒക്കെ കണ്ണാടി എടുത്ത് വെച്ച് എന്തെല്ലാം കോടി കാണിക്കാമോ അതെല്ലാം എങ്ങനെയൊക്കെ കോടിക്കാമോ അങ്ങനെയൊക്കെ കോടിക്കാൻ പറഞ്ഞ് അങ്ങനെ ഫേഷ്യൽ എക്സസൈസും ഇതെല്ലാം ഉണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല.
ശ്രീചിത്രയിലും പോയില്ല, ഒന്നും പോയില്ല. നമ്മളെ കാലിക്കാർബിൽ തന്നെ അതും ക്ലിയർ ആയി. അപ്പം കാലിക്കാർബിനൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ഉപയോഗമുണ്ട്. കാലിക്കാർബ് സാധാരണ ഞാൻ ആദ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നത് നമുക്ക് റെയറായിട്ടുള്ള കിട്ടണതല്ല. പിന്നെ കാലി ബൈക്രോമിക് അതിന്റെ തുടങ്ങിയ ഇതാണ്. ഒരു 7-8 കൊല്ലം കൊണ്ട് ഒരു കണ്ണൂരുള്ള ഒരു പാർട്ടി തിരുവനന്തപുരത്ത് ബ്രഹ്മോസിൽ ജോലി ചെയ്തു. പേര് വരെ ഞാൻ പറയണം, മനോജ് എന്ന്. ഞാൻ വളരെ പുള്ളി ഹോമിയോയിൽ ഫെയ്ത്ത് ഉള്ളവരാണ്. അപ്പം പണ്ട് ചിക്കൻ ഗുനിയ വന്നപ്പോഴേക്ക് പുള്ളിയുടെ കൂടെ ജോലി ചെയ്ത പലരും ആശുപത്രിയിലൊക്കെ പോയെങ്കിലും ഈ നമ്മളെ ഹോമിയോ മാത്രം കഴിഞ്ഞ് ഞാൻ കൊടുത്ത മരുന്നും ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചിക്കൻ ഗുനിയക്ക് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് റെസ്റ്റോക്സും ബ്രയോണി. ഇത് വളരെ 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 എനിക്ക് പേര് കിട്ടിയിട്ടുള്ള മരുന്നാണ് റെസ്റ്റോക്സും ബ്രയോണി. അപ്പം ഈ മരുന്ന് ഞാൻ കൊടുത്ത് രക്ഷപ്പെടുത്തിയ ഒരാളാണ്. അപ്പം പുള്ളി ഇങ്ങനെ മക്കൾക്കൊക്കെ മരുന്ന് വാങ്ങിക്കാൻ വരുമ്പോഴേക്ക് പുള്ളി ഇങ്ങനെ ചരിഞ്ഞ് 2 വശത്തോട്ട് നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് പുള്ളി ഈ ചിക്കൻ ഗുനിയതിന്റെ വിട്ടുമാറാതെ ഇനി അങ്ങനെ വല്ലതും ആയാന്ന് വെച്ചാൽ ഞാൻ കാണുന്ന 7-8 കൊല്ലം കൊണ്ട് പുള്ളിയെ കാണുന്ന ഈ കണക്കിനാണ് കാണുന്നത്. അപ്പം ഞാനവിടെ ഒടുവിൽ അവസാനം പുള്ളിയെടുത്ത് ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണത് ഇവന്റെ കാലിലും ഒരു വ്രണം എന്ന് പറയുന്നത് ഏകദേശം ഒരു നമ്മളൊരു കൈപ്പത്തി ഒരു പാദത്തിൽ വെച്ചാലാണ് അത്രയും ഭാഗവും വ്രണമായിട്ടിരിക്കുന്നത് കംപ്ലീറ്റ്. ഈ വ്രണത്തിന് ഒരു ഇതെന്ന് പറയുന്നത് ഈ സാധാരണ നീര് വന്നിട്ട് ഇത് നീര് വരെയല്ല, കാലിന്റെ ലെവലിനേക്കാൾ താഴ്ന്ന് എന്ന് വെച്ചാൽ നമ്മളെ കാലി ബൈക്രോമിക്കത്തിൽ പറഞ്ഞിട്ടുള്ള പഞ്ചർ ഔട്ട് അൾസർ, ആ പഞ്ചർ ഔട്ട് നേച്ചർ ഇത്രയും വലിയ വ്രണമാണെങ്കിലും ഞാൻ കണ്ടു. പിന്നെ ഞാൻ വേറൊന്നല്ല, നമ്മൾ ഈ കാലി ബൈക്കും ഹെപ്പാറും തന്നെ കൊടുത്തത്. ഇത് രണ്ടും കൊടുത്ത് ഇപ്പൊ വളരെയധികം എന്താ പുള്ളി കിംസ് ഇവിടെ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ആശുപത്രിയിലാണ് പുള്ളി ഡ്രസ് ചെയ്യണത്. ഒരു പ്രാവശ്യം ഡ്രസ് ചെയ്യണേന് വീണ്ടും ഡ്രസ് ചെയ്യണേന് 500 രൂപയാണ് 2 ദിവസത്തിലൊക്കെ. ഇപ്പൊ ഏതായാലും ഒരു 3 മാസമായി എൻ്റെ അടുത്ത് പറഞ്ഞു ഈ 500 രൂപ അവന് ലാഭിക്കണമെന്ന് മാത്രമല്ല ഇപ്പം വീണ്ടും കംപ്ലീറ്റ് മാറി. ഇനിയിപ്പോ വളരെ നമ്മളെ ഒരു രൂപ വട്ടത്തിലായി. ഒരു കൈപ്പത്തി മുഴുകെയുള്ള ഒരു വ്രണം ഒരു 2-2.5 മാസം കൊണ്ട് കൊടുത്ത മരുന്നായിട്ട് കൊടുക്കണം. ഇത് മാത്രമേ ഉള്ളൂ. ഡ്രസ് ചെയ്യാനായിട്ട് പിന്നെ ലാക്കസിന്റെ ഒത്തിരി ടിഞ്ചർ ഇനി ഡ്രസ് ചെയ്യണ അവന്റെ ഒരു ഓയിൻമെന്റ് എന്താ ഉണ്ട് ഞാൻ പറഞ്ഞ അതെല്ലാം നിർത്തിയിട്ട് ലാക്കസിന്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ കലണ്ടുല അതിൽ ജെൽ ബേസ് വാങ്ങിച്ചിട്ട് ഡ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏകദേശമൊക്കെ കംപ്ലീറ്റ് കാര്യം അങ്ങനെയുള്ള ഒരു വൻ വിജയവും ഈയിടെ കിട്ടി. കാര്യം പുള്ളിക്ക് ഓരോ ദിവസത്തിലൊരുക്കെ 2 ദിവസത്തിലൊരുക്കെ 500 രൂപ വെച്ച് കൊടുത്തോണ്ട് നിന്നു. അത് പുള്ളി പെൻഷനുമായി. അപ്പം അങ്ങനെ ഉള്ള ഒരു അൾസർ ഹീൽ ചെയ്യാനായിട്ടും കാലി ബൈക്ക് ഉപയോഗിക്കാം. ഈ എക്സ്റ്റേണൽ ലാക്കസിസ് ടിഞ്ചറും കലണ്ടുല കൂടെ ഒന്ന് ചേർക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ബ്ലഡ് സപ്ലൈ ഒന്ന് കൂട്ടണ്ടേ, അതിനുവേണ്ടി എന്റെ എല്ലാം മെക്കാനിക്കൽ ഇതാണല്ലേ. ഇച്ചിരി ലാക്കസിസ് കൂടെ ചേർത്ത് കൊടുക്കാന്ന് വെച്ചാൽ അങ്ങനെ കലണ്ടുല ജെല്ലായിട്ട് കിട്ടണ പ്രിപ്പറേഷൻ. ഏതാ പുള്ളി നേരത്തെ ഏതോ ഒരു ഹോമിയോ ഡോക്ടർ തന്നെയാണ് ഞാൻ പറഞ്ഞ അതിൽ നീ ഒരു വേല ചെയ്യും. ലാക്കസിസൂടെ ഞാൻ കൊടുത്തിട്ട് ലാക്കസിസൂടെ കൊടുത്തിട്ട് അതിൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതുകൂടെ ഒരു ഡ്രസ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ഏതായാലും ഇപ്പൊ ഡ്രസ് ചെയ്ത് ഇപ്പൊ ചുരുക്കി പറഞ്ഞ വീണ്ടൊക്കെ നല്ല ക്ലിയർ ആയി. യഥാർത്ഥത്തിൽ ഒരു രൂപയുടെ തൊട്ടിന്റെ ആ വലിപ്പത്തിലായി. അതല്ല ലൂക്കോഡർമ ഇത് പിന്നെ എനിക്ക് അത് കിട്ടിയത് സത്യം പറഞ്ഞാൽ ഒരു ഹോമിയോ ഡോക്ടറല്ല എനിക്കിത് പറഞ്ഞു തന്നത്. ലൂക്കോഡർമ ഈ പണ്ട് പുതുശ്ശേരിമല ജോലിക്ക് പോകുമ്പോഴേക്ക് ട്രെയിനിൽ വെച്ച് കിട്ടിയ ഒരു ബാങ്ക് മാനേജർ SBT മാനേജർ ഒരു മാത്യു സാർ തിരുവനന്തപുരത്ത് നിന്ന് ഡെയിലി എൻ്റെ കൂടെയുള്ള ഞങ്ങളെ ഒന്നിച്ചൊരു ട്രെയിനിൽ യാത്രയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു മരുന്നിനെ പറ്റി പുള്ളി പറഞ്ഞിട്ട് ഹോമിയോ ഡോക്ടർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പലതും അങ്ങനെ ഈ ഒരു ബുക്ക് വായിച്ചും അങ്ങനെ ആരൊക്കെ അടുത്ത ബന്ധുക്കളിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ലൂക്കോഡർമ വന്നപ്പോഴേക്ക് ഞാൻ കാലിക്കാർബ് എന്ന് പറഞ്ഞ മരുന്നാണ് എനിക്ക് എൻ്റെ ആരാ കൊടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അതായിരുന്നു എൻ്റെ ഒരു രോഗി പരീക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കാലിക്കാർബ് കൊടുത്ത് അത് വളരെയധികം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്പോട്ട് വിളി വരാൻ തുടങ്ങി. സ്പോട്ട് വന്ന് അപ്പൊ ഇപ്പൊ ആർക്കെങ്കിലും ഇതേപോലെ ഇന്നലെ മെനഞ്ഞാന്ന് ഇതേപോലെ ഫുൾ ലൂക്കോഡർമ എന്നിട്ട് കംപ്ലീറ്റ് വെള്ള കളർ. ഞാൻ പറഞ്ഞ അമ്മ ഞാൻ നേരത്തെ ഒരു ആളിന് മരുന്ന് കൊടുത്തതിൽ അവസാനം ഇപ്പം ഇതുണ്ടല്ലേ ഇപ്പം ഈ പേപ്പർ പോലെ ഇരുന്ന വെള്ളയിൽ അവസാനം നിങ്ങൾ പുള്ളിപ്പുലി പോലെ ആവും. നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കി ഇങ്ങനെ ഇല്ല എനിക്ക് എങ്ങനെയും കളർ വന്നാൽ മതി.
ഞാൻ പറഞ്ഞു എല്ലാം ഒന്നും നിരന്ന് വരൂല, പക്ഷെ ഇപ്പൊ ആദ്യം ഇങ്ങനെ കൊടുത്ത ആളിനെ ഇപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ വരുമെന്നും പറഞ്ഞ് മെനങ്ങാന്നും ഒരു കേസ്, മെനങ്ങാന്ന ഇന്നലെയാണെന്ന് തോന്നുന്നു, ഞാൻ ഈ കാലിക്കാർവ് കൊടുത്തപ്പം കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ഒരു ഇത് വരും, ചിലപ്പോൾ നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് ഇപ്പം വെളുത്ത നല്ല മദാമെ പോലെ ഇരിക്കണം, ഇതൊരു ഭംഗിയായിട്ട് ഇരിക്കണതുകൊണ്ട് അതിൽ വല്ല ഇനിയിപ്പം കറുത്ത് വന്ന് പുള്ളിയുടെ വരണ്ട എന്നുള്ളതൊക്കെ ഈ മരുന്ന് ഞാൻ ഒഴിവാക്കും. ഇല്ല എനിക്ക് കളർ വരട്ടെ, കുഴപ്പമില്ല, ഞാൻ ഒരുപാട് ശ്രമിച്ചാണ് കളർ വരാൻ. ഞാൻ പറഞ്ഞു ഏതായാലും അത് ഒന്ന് പരീക്ഷിച്ചിരിക്കണം, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അവരെ. കാലിക്കർവ് മാത്രമാണ് അവിടുത്തെ. കാലിക്കാർവ് മാത്രം ലൂക്കോട്ടർമയ്ക്ക് കൊടുക്കും കാലം. പിന്നെ ഒരു കാര്യം ഞാൻ പറയും, പിന്നെ വൈറ്റമിൻ ഉള്ള ഏതെങ്കിലും നല്ല ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സിങ്കിന്റെ അംശമുള്ള ഏതെങ്കിലും ഒരു വിറ്റാമിൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുക. അത് ഉച്ചയ്ക്ക് ഹോമിയോ മരുന്ന് ഉള്ളപ്പോഴല്ല, ഉച്ചയ്ക്ക് അങ്ങനെ അതിനും പറയാറുണ്ട്. സാർ, ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നു, ലാക്ടോസിസ് ഏത് പൊട്ടൻസി ആണെന്ന്. ലാക്ടോസിസ് ടീച്ചർ അല്ലേ പറഞ്ഞു? ലാക്ടോസിസ് മറ്റേ ഇതിൽ ചേർക്കുന്ന ടിഞ്ചറാണ്. ആ, ടിഞ്ചറും ചേർത്ത് ഞാൻ ഇങ്ങനെ കൊടുക്കും 3x up to 3x. കാലിക്കാർവ് ഏത് പൊട്ടൻസി എന്നത് സാറ് എല്ലാം വണ്ണം ഒന്നാം പൊട്ടൻസി ഒന്നാം ഞാൻ എല്ലാ പറയണത് എല്ലാം ഒന്നാമാണ്. ഒന്നമിന്റെ താഴെ പൊട്ടൻസി ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം പറയും 200 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഇതിന്റെ നമ്മളെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിന് കൊടുക്കണതിൽ ഇതുണ്ടല്ലേ, നമ്മളെ ഇടയ്ക്ക് SOS ആയിട്ട് കൊടുക്കണതെല്ലാം ഈ ക്ലബ് മോസ് എന്ന് പറഞ്ഞ ലൈക്കോപോഡിയത്തിന്റെ ഒരു 200, 30 ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെല്ലാം നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ചിക്കൻ ഗുനിയയ്ക്കും റെസ്റ്റോസും ഡ്രൈയും വണ്ണം തന്നെയാണ്. ചിക്കൻ ഗുനിയയ്ക്ക് കണ്ണു അടച്ചോണ്ട് ഇതെല്ലാം പരീക്ഷണമാണ്. കാര്യം ചിക്കൻ ഗുനിയയ്ക്ക് പറഞ്ഞാൽ ഈ സമയം കൊണ്ട് ഇതില്ല. ചിക്കൻ ഗുനിയുടെ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിന്നെ കൊറോണയ്ക്ക് ഞാൻ പറയാം, ഇന്ത്യക്കകത്ത് കൊറോണ വന്നത് നമ്മള് 2000 ഡിസംബർ ഒരു മാർച്ചിലാണ് ഒരു തൃശ്ശൂരിലൊരു കേസ് ഒരു ഡോക്ടർ വുഹാനിൽ നിന്ന് വന്നതിന് മുൻപ് എന്ന് വെച്ചാൽ 19 ഡിസംബറിൽ ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് കുവൈറ്റിലുള്ള ഒരു ലേബർ ക്യാമ്പിൽ പോകുന്ന ഒരാള് ഒരു പ്രിവെന്റീവ് വാങ്ങിച്ചോണ്ട് പോയി. അന്ന് ഞാൻ കൊടുത്ത പ്രിവെന്റീവ് തന്നെയാണ് ഇന്നും ഞാൻ പ്രിവെന്റീവായിട്ട് ഉപയോഗിക്കുന്നത്. റെസ്റ്റോക്സ് രാവിലെ ആഴ്സാൽവ് 200ഉം വൈകുന്നേരം റെസ്റ്റോക്സ് 200ഉം. ഈ കോമ്പിനേഷൻ കൊടുത്ത ഒരെണ്ണത്തിന് സെൻട്രൽ ജയിലിലുള്ള ഒരു പാർട്ടിക്ക് കൊടുത്തിട്ട് പുള്ളിയുടെ അപ്പുറം ഇരിക്കുന്നതും അന്തേവാസിയൊക്കെ അത്രയും വന്നിട്ടും പുള്ളിക്ക് വന്നിട്ടില്ല. ശ്യാം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ചാക്കയിലുള്ള ഒരു പാർട്ടിക്ക് തന്നെ കൊടുത്തിട്ട് വന്നിട്ടില്ല. ഈ കോമ്പിനേഷനാണ് ഞാൻ ഈ കുവൈറ്റിൽ കൊടുത്തതും ഒരെണ്ണത്തിന് വരാത്തതും. അതുപോലൊരു കോമ്പിനേഷനാണ് നമ്മളെ ചിക്കൻ ഗുനിയ വന്നപ്പോൾ അത്രയും സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മളെ ഇതുണ്ടല്ലേ പ്രിവെന്റീവ്, നമുക്കൊരു സംഘടന ഉണ്ടല്ലേ റീച്ച്. പക്ഷെ ഈ റീച്ച് പലതും കഴിഞ്ഞിട്ടും എല്ലാം ഈ ഉപയോഗമില്ലാത്തതും ഇതേപോലെ പരീക്ഷിച്ച് പ്രയോഗിക്കാത്ത ഡോക്ടർമാരെ അത്രയും പിടിച്ചിരുത്തിയ ഇതുണ്ട്. ഇവരെല്ലാം മറ്റേ ക്ലാസിക് മെറ്റീരിയൽ മെഡിക്കൊക്കെ പഠിച്ച പാർട്ടികളാണ്. ഇവരെന്നിട്ട് ഇപ്പൊ തന്നെ ആഴ്സാൽവ് 30 പിന്നെ ഇത് ഇപ്പോഴത്തെ കൊറോണയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ആരെങ്കിലും അതിൽ പറഞ്ഞിട്ടുണ്ടോ നാരങ്ങ വെള്ളം കൊടുക്കരുത്? സാമുൽ ഹനുമാൻ എഴുതി വെച്ചിട്ടുണ്ട് നാരങ്ങ വെള്ളം അതിന് എതിരാണ്. അതാരും ചെയ്യാതെ ഞാൻ ഇവിടെ സാജൻ സെക്രട്ടറിയുടെ വാട്സാപ്പിൽ തന്നെ ഇട്ട് കൊടുത്ത് നിങ്ങൾ ഇത് പറയുമ്പോൾ ഇതുകൂടെ ഒന്ന് പറയണമെന്ന്. പക്ഷെ പുള്ളി അത് പറഞ്ഞായിട്ട് തോന്നുന്നില്ല. ഒടുവില് ഈ പിന്നെ ചിക്കൻ ഗുനിയയ്ക്ക് ഇതേപോലെ ഇവര് പറഞ്ഞിട്ട് റെസ്റ്റ് ഹൗസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ യഥാർത്ഥം പറഞ്ഞാൽ റെസ്റ്റ് ഹൗസിന്റെ 200 ആണ് ഞാൻ കൊടുത്തത് പ്രിവെന്റീവായിട്ട്. സെക്രട്ടേറിയറ്റിലെ കുറെ അന്തേവാസിയിലെ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് താമസിക്കുന്ന ഒരു വലിയ ക്വാർട്ടേഴ്സിൽ ഞാൻ കൊണ്ട് 200 വിതരണം ചെയ്തു. ഒരൊറ്റ എണ്ണത്തിന് സെക്രട്ടേറിയറ്റിന്റെ ഈ മരുന്ന് ഈ 200 കഴിച്ച ഒരെണ്ണത്തിന് വന്നില്ല. അതേസമയം നമ്മൾ റീച്ച് കണ്ടുപിടിച്ച ഒരു മരുന്ന് 30 എന്ന് വെച്ചാൽ സാമുൽ ഹനുമാൻ പറഞ്ഞ ലോ പൊട്ടൻസിയാണ്. സാമുൽ ഹനുമാന്റെ കാലം ഇത്രയും കഴിഞ്ഞെന്നുള്ളതൊന്നും ഈ റീച്ചുകാർ മനസ്സിലാക്കുന്നില്ല. അന്ന് 30 എങ്കിൽ ഇന്നും 30 തന്നെ. കാര്യം ഹനുമാൻ പറഞ്ഞ അത്രയും നമ്മൾ സ്വല്പം കൂടെ ഒന്ന് മാറി ചിന്തിക്കില്ല ആരും. അതിൽ തന്നെ പിടിച്ചു നിന്നു. സാമുൽ ഹനുമാൻ പറയണത് എന്റെ സത്യം. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയണതൊന്നും അല്ല, ഞാൻ പറയണത് എന്റെ അനുഭവങ്ങളാണ് ഈ പറയണത്. ഞാൻ കൊടുത്ത 200ന് ഒരെണ്ണം വന്നില്ല. ഇപ്പോഴും ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഏകദേശം 15 കൊല്ലം പോകണം. 2007 റിട്ടയർ ചെയ്തിട്ട് ഇപ്പോഴും ഫൈനാൻസിലെ അശോകൻ സാർ വന്നിട്ട് എന്തോ കാര്യം പറഞ്ഞു. അശോകൻ സാറിന്റെ വീട്ടിൽ വെച്ചാണ് ഈ ക്യാമ്പ് നടത്തിയത്. ക്യാമ്പ് നടത്തി ഇവര് റീച്ച് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ റെസ്റ്റ് ഹൗസ് 200 ആ ഇതിലുള്ള എന്ന് വെച്ചാൽ തിരുവനന്തപുരം നന്ദാവനം എന്ന് വെച്ചാൽ നമ്മളെ PMG ജംഗ്ഷന് സമീപമുള്ള നന്ദാവനം ഇതിനകത്ത് കംപ്ലീറ്റ് ഞാൻ ഈ 200 കൊടുത്ത ഒരെണ്ണത്തിന് അവിടെ വന്നില്ല.
ബാക്കി സർക്കാർ മറ്റേ വഴിനികളെ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞ് ഇത് 30 കൊടുത്തോണ്ടിരുന്ന എല്ലാവർക്കും പലർക്കും വന്നു. അപ്പൊ ഞാൻ പറയും ഒത്തിരി കൂടെ ഒന്നുകൂടെ കടന്നു ചിന്തിച്ചാൽ അസുഖം മാറ്റാം, ഹോമിയോ ഉണ്ട്. ഇതുകൊണ്ട് എത്ര തന്നെ ഡോസ് വിമർശിക്കാൻ ഒരുപാട് പേര് ഇപ്പൊ കാണും ഇതിൽ തന്നെ. എത്ര ഡോസാ കൊടുക്കുന്നത് സാറേ? 200 6 രാവിലെ പിന്നെ ഇത് വൈകിട്ടുമായിട്ട്. എടുക്കുമ്പോൾ ഇത് മറ്റേ ഇവരെ നമ്മളെ സ്റ്റാഫിനെ കൊണ്ട് നിറയ്ക്കല്ലേ, ഒരു 110 മറ്റേ 5 ml 7 ml ബോട്ടിൽ മുഴുക്കാൻ കൊടുത്തിട്ട് ഒരു ഫാമിലിക്ക് ആണെങ്കിൽ 2-ാം 3-ാം കൊടുത്തേക്കും. അതും കഴിക്കാൻ പറയും. വല്ല രാവിലെ രാത്രി വെച്ചൊരു 5 ദിവസം കഴിക്കാൻ മിനിമം വേണം എന്ന് പറഞ്ഞ് കൊടുക്കും. അവർക്ക് ആർക്കും വന്നില്ല. അതേപോലെ ഈ കോമ്പിനേഷൻ കഴിച്ച ഒരെണ്ണത്തിന് കൊറോണ വന്നിട്ടായിട്ട് എനിക്ക് ഒരെണ്ണം പോലും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഞാൻ കൊടുത്ത മരുന്നും കൊണ്ട് എൻ്റെ ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് വരണതിന് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഡിസംബർ 19-ാം തീയതി ഞാൻ കൊടുത്തുവിട്ട മരുന്ന് പിന്നെ ഓരോ 3 മാസമാകുമ്പം പുള്ളിയുടെ ഭാര്യ ഒന്ന് വാങ്ങിച്ചയക്കുന്ന ആ ആളിന് 30 പേര് ലേബർ ക്യാമ്പിൽ ഈ അസുഖമായിട്ട് ഒബ്സർവേഷനിൽ ഇരിക്കുന്ന 3 എണ്ണം രോഗികളായിട്ടിരിക്കുന്ന സമയത്താണ് ഇവൻ അവിടെ ചെല്ലുന്നത്. അവന് വന്നില്ലെന്ന് മാത്രമല്ല, പിന്നെ ഇവൻ ഈ മരുന്ന് കൊടുത്ത പലർക്കും അസുഖം വന്നത്. അപ്പൊ നമ്മളെ മരുന്നൊക്കെ ഞാൻ ഇതൊക്കെ പറയണമെങ്കിലും എനിക്ക് ഹോമിയോയിൽ വിശ്വാസം വന്നതൊക്കെ വളരെ വളരെ കാലം പിന്നിട്ടിട്ടാണ്. കാര്യം ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതിനെ വിമർശിച്ച് പഠിച്ചത്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ വിജയം കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ വിമർശിച്ച് പഠിച്ചിട്ടുണ്ട്, പിന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കേൾക്കുന്ന ഒരു സബ്ജക്ട് സിനാ ബേബിയാണ്. ഞാൻ ഒടുവിൽ ടീച്ചറിന് ചോദിച്ച് സിനാ ബേബി എന്താണ്. അപ്പൊ ഇത് അപ്പോഴും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ ഇത് പ്രാക്ടീസിൽ വരുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ദൈവാധീനം മാത്രമല്ല, എന്തോ ഒരു ഭാഗ്യം എന്ന് പറയാൻ ആ പറഞ്ഞ ടീച്ചർ ഈയിടെ മരണപ്പെട്ട ടീച്ചർ, ആ ടീച്ചർ ഒടുവിൽ അവസാനം ഒരു അലുമിനിക്ക് എന്നെ ഇങ്ങനെ വളരെ ചേർത്ത് പിടിച്ച് ഞാൻ പഠിപ്പിച്ച ശിഷ്യൻ ഇതാണ് എന്ന് പറഞ്ഞ ആ ഒരു മഹാനിമിഷം തന്നെ എനിക്ക് പറഞ്ഞു. കാര്യം പിന്നെ ഒരു അലുമിനിക്ക് പോണ സമയത്തിന് മുമ്പ് ഈ ടീച്ചറുടെ ഒരു ബ്രദറിന് മരുന്ന് കൊടുത്തത് വിവരം ചെന്ന് ടീച്ചർ ഇത്രയും അവശതയായിട്ട് എന്ന് വെച്ചാൽ നടക്കാൻ വയ്യാത്ത ഇതിൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഞാൻ മുട്ടുകൊണ്ട് ഇഴയാണ് ടോയ്ലറ്റിലൊക്കെ പോകണം, നീ എന്തെങ്കിലും എനിക്ക് മറന്ന് പറഞ്ഞു തന്നു. ഇവിടെ ഞാൻ പറഞ്ഞു, എന്നെ മരുന്ന് പഠിപ്പിച്ചതും എന്നെ പാസ്സാക്കാനായിട്ട് ഓറലിന് പറഞ്ഞ 5 ചോദ്യം ഉള്ളത് ഞാൻ ഫ്രാങ്കായിട്ട് പറയാം. 5 ചോദ്യം പറഞ്ഞതും ആ 5 ചോദ്യം പഠിച്ചുകൊണ്ടാണ് ഞാൻ ഓറലിന് പോണതും നല്ല മാർക്ക് നിന്ന് വിജയിപ്പിച്ചതുമായ ആ ടീച്ചറിന് തിരിച്ച് എനിക്ക് ചെയ്യാൻ കഴിയണത് എന്നെ വിളിച്ച് ചോദിച്ച എനിക്ക് 5-6 മരുന്ന് നീ മരുന്ന് പറഞ്ഞു തന്നു. കാര്യം ഈ പറയാൻ കാരണം ടീച്ചറിന്റെ ബ്രദർ എൻ്റെ ഒരു പേഷ്യൻ്റ് ആയിട്ട് വന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇത് ടീച്ചറിന്റെ ബ്രദറാണെന്ന്. വർക്കല എന്നാണ് വന്നത്. ഒരു പത്രമൊക്കെ നടത്തുന്ന പാർട്ടിയാണ്, മിലിറ്ററി ആണ് അദ്ദേഹം. ഇതിൽ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഒരു തലച്ചുറ്റ്, ഈ തലച്ചുറ്റിന് പലരും നോക്കിയിട്ടുണ്ട്, എല്ലാം നോക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ തലച്ചുറ്റിന് ആദ്യം നമ്മളെ ഫസ്റ്റ് പ്രിഫറൻസ് കോസ്റ്റിക്ക് പ്രയോജനം ഇത് രണ്ടും കൊടുത്തിട്ട് ഒരു ട്രെയിൽ ഞാൻ പിടിച്ച് നോക്കുക, ചെവിക്കകത്തൊരു കളറ്. ഞാൻ പതുക്കെ എൻ്റെ വേറെ ഉപകരണങ്ങളൊന്നുമില്ല, ഞാനുള്ള ഒരു ചെറിയ ഫോഴ്സപ്സ് പതുക്കെ അതിനകത്ത് കയറ്റി അനക്കിപ്പോൾ അത് അനക്കം വരും. അതിനെ പതുക്കെ ഇങ്ങെടുത്ത് വഴി എടുത്തപ്പോഴത്തേക്ക് ഈ പുള്ളി ഏതോ ഒരു ENT ഡോക്ടറെ അടുത്ത് പോയിട്ട് അങ്ങേര് അന്ന് പറഞ്ഞു കാണും ചെവിയിൽ പഞ്ഞി വെച്ച് കുളിക്കണമെന്നതിൽ ഒരു പഞ്ഞി അകത്ത് എടുക്കാതിരുന്നത് കറുത്ത കളറിലായതാണ് ഈ സംഭവം. ഇതിനെടുത്ത് കളഞ്ഞിട്ട് ഞാൻ കൊടുത്ത മരുന്ന് 1 ഡോസ് ആർണിക്ക കൊടുത്ത്. കാര്യം എന്താ, ഒരു ഇഞ്ചുറി അല്ലേ ഏതായാലും. അത് കഴിഞ്ഞിട്ട് ബ്രയോണിയാണ് കൊടുത്തത്. പിന്നെ അങ്ങേർക്ക് തലവേദന വന്നിട്ടേ ഇല്ല. ഇത് ടീച്ചറുടെ ബ്രദറായിരുന്നു. ടീച്ചർക്ക് ഈ അവസ്ഥയിൽ പോയി ടീച്ചറെ കാണാനായിട്ട് ഇദ്ദേഹം പോയപ്പോഴേക്ക് പറഞ്ഞു, എനിക്ക് ചാക്കയിലെ ഒരു ഡോക്ടർ എൻ്റെ തലച്ചുറ്റ് മാറ്റി തന്നു. ഉടനെ പറഞ്ഞ, നീ അവൻ്റെ നമ്പർ, അവൻ ബാലേന്ദ്രനാണ്, അവൻ്റെ നമ്പർ ഇടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടാ ഞാൻ തറയിൽ ഇഴയാണ്, എനിക്ക് എന്തെങ്കിലും മരുന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ മരുന്ന് പഠിപ്പിച്ച ടീച്ചർക്ക്, ആ ടീച്ചർ ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന പലർക്കും അറിയാം, ജയപ്രകാശിന് ടീച്ചർ എന്നാണ് പേര്. തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജ്, നമ്മളെ ശ്രീവിദ്യാരാജ കോളേജിൽ ഞങ്ങളെ എല്ലാവരെയും വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. മാഡത്തിന് ഞാൻ മരുന്ന് കൊടുത്തയച്ചിട്ട് കൊറോണ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞ് പട്ട തിന്ന വീട്ടിന്റെ ചെവറിന്റെ, അന്ന് ഈ കൊറോണ അങ്ങോട്ടും ഇട്ട് പോകാനൊന്നും അനുവദിക്കാത്ത സമയത്ത് ബാഡ്ജൊക്കെ ഇട്ടുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് ചെന്ന് അങ്ങേരല്ലേ കൊടുത്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് മാഡത്തിൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞ്, മാഡം അവിടെ ഞാൻ മരുന്ന് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കാൻ പറഞ്ഞ് ഒരു ട്രിപ്പ് കൂടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അയച്ചു. അതേപോലെ കൊടുത്തയച്ചു. 3-ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ടീച്ചർക്ക് തന്ന മരുന്ന് വേറൊന്നുമല്ല, റെസ്റ്റോസ് 1 6 ഡോസ് കോസ്റ്റിക്കം, 6 ഡോസ് ബ്രയോണിയ, ഇതാണ് തന്നത്. ഈ ഇഴഞ്ഞുകൊണ്ടിരുന്ന ടീച്ചർ അടുത്ത ഒരു 2 മാസത്തിനകത്ത് പിന്നെ ഞങ്ങൾ അലുമിനി വന്ന് പങ്കെടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിമുറിക്കകത്തൊരു വീഴ്ച വീണിരുന്ന് രക്ഷപ്പെട്ടില്ല. ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു. അങ്ങനെ ആ ഒരു ഇവന്റും കൊണ്ട് ഞങ്ങളെ ഏറ്റവും എനിക്ക് മെറ്റീരിയൽ മേടിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതും ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. അങ്ങനെ ടീച്ചർക്ക് ഒരു പ്രത്യുപകാരം ചെയ്യാനായിട്ട് സാധിച്ചെന്നുള്ള സന്തോഷം അതിലുണ്ട്.
അപ്പം കോസ്റ്റിക്കും കാലിക്കാർബ് ഇതെല്ലാം ഒരു ഗ്രൂപ്പുള്ള മരുന്നാണ്. അപ്പം ഇനി നമ്മളെ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ ഏതെങ്കിലും മരുന്നിനെ പറ്റിയായിരിക്കും. അപ്പം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൽ തന്നെ വെച്ചപ്പോ തൂജ വിട്ടിട്ട് വേറെ ഏതിലോ പിടിച്ചെന്നൊക്കെ ആ പുള്ളി തന്നെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ചോദ്യോത്തരത്തിന് ഇച്ചിരി സമയം കൊടുത്താലോ? പലരും ചോദ്യം ആയിക്കോട്ടെ. ഇത് ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിരിക്കുന്നു. ലാക്ടോസിൻ ടിഞ്ചർ വിഷമല്ലേ, അത് ബോഡിയിൽ അബ്സോർബ് ചെയ്യുമോ എന്നൊരു ചോദ്യം വന്നിരിക്കുന്നു. ഹോമിയോ മരുന്നില് അത് നമ്മൾ വൂണ്ടിന്റെ പുറത്താണ് തേക്കുന്നത്. വൂണ്ടിന്റെ പുറത്തുമല്ല, വൂണ്ടിന്റെ വെളിയിൽ. കാര്യം സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ലാക്ടോസിന് ഒരുപാട് കഴിവുണ്ട്. ലാക്ടോസിസ് ഞാൻ ഉപയോഗിച്ചാൽ പിന്നെ ഒരു കോമേഴ്സ് പ്രോസർ എന്ന് വെച്ചാൽ കോഴഞ്ചേരി, ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ സ്ഥിരം പോണ സമയത്ത് ഒരുപാട് ഡോക്ടർമാരുണ്ട്. ഞങ്ങളെ ട്രെയിനിലെ കമ്പാർട്ട്മെന്റ്, ഞങ്ങൾ ചെങ്ങന്നൂർ ഇറങ്ങുന്ന ഭാഗത്ത് ഒത്തിരിയും ഡോക്ടർമാരും പിന്നെ ലെക്ചറർമാരും പ്രൊഫസർമാരും ഇങ്ങനെ ഒരു ബറ്റാലിയൻ അവിടെ വരും. ആയുർവേദം ഉണ്ട്, ഹോമിയോ ഉണ്ട്, അലോപ്പതി ഉണ്ട്. അപ്പൊ ഇതിലെല്ലാം ഇതിൽ ഞങ്ങൾ ഡിസ്കഷനാണ് അപ്പോഴേ നടക്കുന്നത്. അപ്പൊ അതിൽ ഓരോരുത്തർ അവരവരുടെ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ലൊരു അറിവുണ്ട്. അങ്ങനെയാണ് നമ്മളെ മണിലാലിനെ കണ്ടുമുട്ടിയത്. ഞാൻ ഇനി ആ കാര്യം കൂടുതൽ പറയണില്ല. കാര്യം ഒരു സാഡ് ഹിസ്റ്ററിയാണ്. ഇന്ന് മണിലാലിന്റെ പൊസിഷനൊക്കെ ഇരിക്കുന്ന ആ ഒരു ഇതിൽ വരുമ്പോൾ നമുക്കത് പറയണത് ശരിയല്ല. അതുകൊണ്ട് കാര്യം പുള്ളിക്ക് ഹോമിയോ ഡോക്ടർ എന്ന് പറയണത് തന്നെ നാണക്കേടുള്ള ഒരു സംഭവം. അതുകൊണ്ട് എനിക്ക് ഈ ചില ഗ്രൂപ്പായിട്ട് ഞാൻ വഴക്കിട്ടിട്ടുണ്ട്, ഈ ഹോമിയോ എതിർത്ത് പറഞ്ഞിട്ട്. എന്നിട്ട് ഇതില് പിന്നെ ഒരു പ്രൊഫസറുടെ അമ്മയ്ക്ക് കാലിന്റെ താഴോട്ട് കംപ്ലീറ്റ് കറുത്ത് അങ്ങ് ഇതായിട്ടിരുന്നു. എന്ന് വെച്ചാൽ രക്തഓട്ടം ഇല്ലാതെ കറുത്ത് നമ്മളതില്ല. അപ്പൊ ഞാൻ ആഴ്സറിൻ കാൽവിന്റെ ലാക്ടോസിസ് ടിഞ്ചർ എക്സ്റ്റേണൽ ആയിട്ട് പുരട്ടാൻ പറഞ്ഞു. ആ കറുപ്പ് മാറ്റാനായിട്ട് ആഴ്സാൽബിന്റെ ഒണ്ണം തന്നെ കൊടുത്തത്. ഇത് രണ്ടും കൊടുത്ത് അവിടെ ജർമ്മൻ മെഡിസിൻ കിട്ടാത്തതുകൊണ്ട് അപ്പോഴത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ സെക്രട്ടേറിയറ്റിലോട്ട് വന്ന് പുള്ളി സെക്രട്ടേറിയറ്റ് വന്ന് പിന്നെ ഞാനും കൂടെ ചെന്നിട്ടാണ് അവിടെ മരുന്ന് വാങ്ങിച്ച് പുള്ളിയുടെ കയ്യിൽ കൊടുക്കുകയും ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പടം ഇട്ടതിൽ ഈ കറുപ്പ് കളർ മാറിയിട്ടുണ്ട്. ഈ ഒരുമാതിരി സാൻഡ് പേപ്പറിലേക്ക് അപ്പിയറൻസ് മാറി, നല്ല നോർമൽ കാലായി. അപ്പൊ ലാക്ടോസിസിന് വിഷമാണെങ്കിൽ അത് ചെയ്യൂ. അപ്പൊ നമ്മളെ മരുന്നുകളെല്ലാം വിഷം തന്നെയാണ്. ഇപ്പൊ തന്നെ കോൾസിസിൻ എന്ന് പറയുന്നത് ഭയങ്കര വിഷമാണ്. അതിനാണ് ജനറ്റിക്കൽ മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഹോമിയോ മരുന്നിന്റെ ടിഞ്ചറുകളെല്ലാം വിഷം തന്നെയാണ്. നമ്മളിപ്പം ഇങ്ങനെയുള്ള എക്സ്റ്റേണലിന് വല്ലതും എടുക്കാം. പിന്നെ ഇപ്പൊ കല്ല് പോവാനായിട്ട് ബെർബറസ് വൾഗാരിസ് ഇന്ന് ഞാൻ ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. 22 mm ഒരു കല്ല് പോയത്. ഒരു 22 mm ഒരു കല്ല് പോയതിന്റെ കാര്യം ഇന്ന് KGRH ഞങ്ങളെല്ലാം പ്രവർത്തിച്ച ഒരു സംഘടനയാണ്. അതിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷക്കാരന്റെ കയ്യിൽ ഇതിൽ പോയി അതും കൊടുത്തത് ബെർബറസ് ടിഞ്ചർ, പിന്നെ ഹൈഡ്രാഞ്ചിയ ടിഞ്ചർ, ഉച്ചയ്ക്ക് ക്ലബ്മോസ് ലൈക്കോപ്പൊടി, അതാണ് കൊടുത്തത്. ലൈക്കപ്പൊടി മണ്ണുമാണോ? അല്ലല്ല, 200. ഞാൻ പറഞ്ഞില്ല, ഇതിന് 200 ഉപയോഗിച്ചുള്ളൂ. ഈ 30-200. അതുകൊണ്ട് വിഷങ്ങൾ തന്നെയാണ് ഹോമിയോ മരുന്നിന്റെ എല്ലാം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന രീതി പോലെ ഇരിക്കും അതിന്റെ പ്രയോജനം. ടിഞ്ചർ എത്ര തുള്ളിയാ കൊടുക്കുന്നത് സാർ? 10. ഇപ്പൊ എക്സ്റ്റേണൽ അവരുടെ ഇതില് പുരട്ടാൻ പറയുള്ളൂ. വേണമെങ്കിൽ അതിലൊത്തിരി പിന്നെ വെളിച്ചെണ്ണയിൽ ചേർക്കാൻ പറയും. ടിഞ്ചറിലൊക്കെ നമ്മൾ വളരെയധികം പിന്നെ ടെൻഷൻ അനുഭവിച്ചാണ് ആനയെ ചികിത്സിച്ചത്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യം. ആനയ്ക്ക് ടിഞ്ചർ ഉണ്ടായി കാലി പുരട്ടിയത്. കൽക്കേറിയ കാർബ് എന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ അതിന്റെ മലയാളത്തിൽ പറഞ്ഞ കുമ്മായ. അത് 25 ഗ്രാം തുരിശ് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് വാട്ടർ ക്രിസ്റ്റലൈസേഷൻ പോയിട്ട് വെള്ളപ്പൊടിയാകും. മിക്സിയിൽ അടിച്ച് ഇതിന് നമ്മളെ ക്രൈസ്റോബിൻ ടിഞ്ചറും 1 ലിറ്റർ വെളിച്ചെണ്ണയിൽ കലക്കിയിട്ട് പെയിന്റ് ചെയ്യാൻ പറ്റും. ആന വരെ ഏൽപ്പിച്ച്. ഇതുകൊണ്ട് ഹോമിയോപ്പതി നമുക്ക്, ഞാൻ പറയും, ഹനുമാൻ നമുക്കൊരു വഴി തന്ന, ബാക്കിയുള്ളത് തുറക്കാനുള്ളത് നമ്മളാണ്. അല്ലാതെ ഹനുമാൻ ചെയ്ത് അത്രയും ചെയ്തോണ്ടിരുന്ന അതിൽ നിൽക്കേ ഉള്ളൂ. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട് സാറേ. ഏത് കമ്പനി മരുന്നാണ് സാർ ഉപയോഗിക്കുന്നത്? ഞാൻ ഉപയോഗിക്കുന്ന ജർമ്മൻ മെഡിസിൻ അഡൽ, ADEL, അഡലിന്റെ ഉപയോഗിക്കും. റെഡ് വക്, അതിലും ഇന്ന് വരെ അഡലിനും പിന്നെ റെഗ് വെക്കും 10 ml കൂടുതൽ ഒരു മുകളിലോട്ട് ഡയലൂഷൻ ഇറക്കിയിട്ടില്ല. എനിക്ക് വേണ്ടി ഇപ്പൊ തിരുവനന്തപുരം ഹിന്ദുസ്ഥാനില് 100 ml ഉണ്ട്. 1000 എത്ര രൂപ വിലയുള്ളതിന് നമുക്ക് 800 ഇത്ര രൂപയ്ക്കാണ് തരണം. അങ്ങനെ ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് 100 ml ഞാൻ തന്നെ വാങ്ങിക്കണം. അപ്പൊ ജർമ്മൻ മെഡിസിൻ, നമുക്ക് ജർമ്മൻ മെഡിസിൻ അല്ല, ഇന്ത്യൻ മരുന്ന് അല്ല. എനിക്ക് ഇതൊക്കെ ഞാൻ ജർമ്മൻ പറയണമെങ്കിലും
എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ റിസൾട്ട്. കാര്യം ജനറ്റിക്കൽ അബ്നോർമാലിറ്റിക്ക് ഒരു കുട്ടിക്ക് മെർസോൾ 50 കൊടുത്തതെന്ന് പറയുന്നത് പണ്ട് കരുണാകരൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഹോമിയോ ഡിസ്പെൻസറി സെക്രട്ടറി അതിനകത്ത് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിന്റെ സമയത്ത് ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്ത സമയത്ത് നമ്മളെ പിന്നെ ഇവിടെ ഉണ്ടല്ലേ ഹോംകോ, അവിടെ നിന്ന് കൊടുത്തയച്ചിട്ടുള്ള കുറെ മരുന്നുകളിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന മെർസോൾ 50 ആ മരുന്നാണ് ഇന്ന് സാധാരണ ലിഷ്നിഹാൻ സിൻഡ്രോം എന്നുള്ള അസുഖത്തിന് ജീവിച്ചിരിക്കില്ല. ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് കുട്ടി 3-4 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടി തനിയെ സെൽഫ് ഇഞ്ചുറി പല്ലൊക്കെ വരുമ്പോൾ കടിച്ച് ഇത് ആകാശത്ത് നോക്കി ഇങ്ങനെ വിരലിട്ട് അനക്കിയും കാണിക്കാവുന്ന ചാബല്യങ്ങളെല്ലാം കടിച്ച് ആ കുട്ടി മരണപ്പെടുകയാണ്. സാധാരണ ലിഷ്നിഹാൻ സിൻഡ്രോമിൽ നമ്മൾ ഇതിൽ നോക്കിയാലും സെൽഫ് ഇഞ്ചുറി ഒക്കെ ഉണ്ടാക്കി മരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മളെ മെർസോൾ 50 ഈ കുട്ടി ഇന്നും ജീവിച്ചിരിക്കണമെന്ന് മാത്രമല്ല, നല്ല സെക്രട്ടറിയിൽ ഒരു അഡീഷണൽ സെക്രട്ടറി മകനാണ്. ഇപ്പൊ നല്ല രീതിയിൽ ഏതോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഈ കുറച്ച് ദിവസത്തിന് മുമ്പ് ഈ മാഡം വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എന്നെ ഓർമ്മയുണ്ടാകും. ഞാൻ പറഞ്ഞു നിങ്ങളെ ഒരിക്കലും മറക്കൂല. ലോകത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിയിൽ ഈ അസുഖത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ് ഞാൻ മറക്കൂലെന്ന്. ലിഷ്നിഹാൻ സിൻഡ്രോം അങ്ങനെ വരെയും ഹോമിയോയിൽ മരുന്നുണ്ടെന്നുള്ളത് നമ്മൾ അതിൽ നിന്നാണ് ഞാൻ പറയണത്. നമ്മൾ സയൻസ് ആൻഡ് സിൻഡ്രോം ചോദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മളെ ബുദ്ധി പ്രവർത്തിക്കുക. ഏതെല്ലാം മരുന്നുകൾ ജനറ്റിക്കൽ അബ്നോർമാലിറ്റിക്ക് മരുന്ന് കൊടുക്കും, അതിന് ഒരു ഇതില്ല. മെർസോൾ 50 ആണ് ഞാൻ അതിന് സാധാരണ ഉപയോഗിക്കുന്നത്. ഒരു ജനറ്റിക്കൽ അബ്നോർമാലിറ്റി ജനിച്ച് ബിലിറൂബിൻ 20 മുകളിലുള്ള ഒരു കേസ്, ജനിച്ച ഉടനെ കുട്ടി മഞ്ഞ കളറിൽ ജനിച്ച് ആ കുട്ടിയെ വരെയും നമ്മളെ ഈ മരുന്ന് ഹോമിയോ മരുന്നിലെ മെർസോൾ കൊണ്ട് രക്ഷപ്പെട്ടു. മെർസോൾ ഇത് 50 തന്നെയാണ് ഉപയോഗിച്ചത്. അതും ജനിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പം കുട്ടിക്ക് കൊടുക്കുന്ന പൊട്ടൻസി 50 ഒരു ഡ്രോപ്പിന്റെ 1/4 ഡ്രോപ്പ്, ഒരു ഡ്രോപ്പ് ഞാൻ അവിടെ നിന്ന് എൻ്റെ അക്കൗണ്ടിൽ വെച്ചിട്ട് ആ മരുന്നെടുത്ത് ഒരു ഡോസ് കൊടുത്തിട്ട് ആ ഫോൺ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ് ഇതിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം എൻ്റെ നാക്കിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോഴേക്ക് ഇവർ നോക്കുമ്പോൾ 28 മഞ്ഞ കളറിൽ കംപ്ലീറ്റ് ഇരിക്കുന്ന കുട്ടി വ്യാഴാഴ്ച ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പറഞ്ഞ് വേണമെങ്കിൽ ഇത് ഞാൻ പിന്നെ നമ്മളെ ധനൻ സാറിൻ്റെ ഇതിൽ വിട്ടെടുക്കുക. ആ അച്ഛൻ ശ്രീചിത്രയിലെ സ്റ്റാഫാണ്. ഈ അച്ഛൻ എനിക്കല്ല, സാമുവൽ കൂടൽ എന്ന് പറഞ്ഞൊരു സന്യാസി എന്നെ പറ്റി എഴുതിയ ഇതിൽ പുള്ളി ഇത് വായിച്ചിട്ട് പിന്നെ ഒരു മെസ്സേജ് അതിലൊരു മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ അതിൽ ഈ ഇതുണ്ടല്ലേ കമന്റ്സ് എഴുതിയ കൂട്ടത്തിൽ ഇട്ടതാണ്. ആ മെസ്സേജ് ഞാൻ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം ഈ ഹൈപ്പർ ഇതിന്റെ ബിൽറൂബിനേമിയ എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ നിന്ന് പിന്നെ വെള്ളിയാഴ്ച സർജറി ചെയ്ത് വ്യാഴാഴ്ച 20 നിന്ന് ഈ കുട്ടിക്ക് 4 എന്ന് പറഞ്ഞാൽ ന്യൂ ബോണിന് 4 ഒരു പ്രശ്നമല്ല. അങ്ങനെ അത്ഭുതവും ഹോമിയോ മരുന്നിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനൊന്നിനും ഈ സിംറ്റം ചോദിക്കാറില്ല. ഈ പ്രസവിച്ച് ഇങ്ങോട്ട് ജനിച്ച് വീണ കുട്ടിയുടെ അടുത്ത് എന്തോ സിംറ്റം ചോദിക്കേ. നമ്മളെ ഈ പഴയ കുറെ ഡോക്ടർമാരുണ്ട്. ഞാനും പഴയത് തന്നെ മോഡൽ പഴയതാണെങ്കിലും ഞാൻ പുതിയതായിട്ട് ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ വിജയങ്ങൾ കിട്ടണമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇതിൽ ഞാൻ വിരൽ വളർത്തിയെടുത്തുന്ന തല വളർത്തിയെടുത്തുന്ന ഒന്നും അവകാശപ്പെടില്ല. ഇതെല്ലാം എവിഡൻസോട് കൂടി ആ സാമൽ കൂടലിന്റെ പലത് എന്നുവെച്ചാൽ നമ്മളെ ഈ ഗ്രൂപ്പിൽ തന്നെ ഈ മെഡിക്കൽ ഓഫീസർ അസോസിയേഷന്റെ ആ ഗ്രൂപ്പിൽ തന്നെ ഒരു ദേവി ഭരതൻ എന്ന് പറഞ്ഞൊരു ഡോക്ടർ, ഞാനും മിസ്സസും കൂടെ പുള്ളിയുടെ സിസ്റ്ററിന് ഒരു മരുന്ന് കൊടുത്ത് വേറെ ഒന്നുമല്ല, ശ്വാസം മുട്ട് കൊണ്ട് ഓക്സിജൻ ലെവലൊക്കെ താഴ്ന്ന് വളരെ ലോ ആയിട്ട് വന്ന് ആ സമയത്ത് നിങ്ങളടുത്ത് ഇങ്ങനെ വിളിച്ച് ചോദിച്ച് കൊടുക്കാൻ പറഞ്ഞ മരുന്ന് വേറെ ഒന്നുമല്ല, പോസ്റ്റിക്കം ബ്രയോണിയ ഹെപ്പാസൽ. ഈ മരുന്ന് കഴിച്ച് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്സിജൻ 3 ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ദേവി ഭരതൻ അതും ഞാൻ ഈയിടെ ഞാൻ നോക്കിയപ്പോൾ അത് എൻ്റെ വാട്സാപ്പിൽ കിടപ്പുണ്ട് ആ മെസ്സേജ്. ഇതൊക്കെ റെക്കോർഡിക്കൽ എവിഡൻസ് ആണ്. ഇതിനിടയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ആസ്മയുടെ പ്രോട്ടോകോൾ എന്നാന്ന്. പ്രോട്ടോകോൾ വേറെ ഒന്നും നോക്കണ്ട. ആസ്മയുടെ പ്രോട്ടോകോൾ തന്നെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഏതിനായിരുന്നാലും ഒരു മസ്കുലാർ ഡെബിലിറ്റി ഉണ്ടെങ്കിൽ കോസ്റ്റിക് ആക്ടി, പിന്നെ ലങ്സിന്റെ ബ്രയോണിയ, പിന്നെ പ്രധാനമായിട്ടുള്ള ഇൻഫ്ലമേഷൻ ആണ് ആസ്മയുടെ ഒരു കാര്യമെങ്കിൽ ഹെപ്പാർ, പിന്നെ അകത്ത് എന്തെങ്കിലും ന്യൂറോപ്ലാസ്മിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ തൂജ. ഇങ്ങനെ 3-4 മരുന്ന് എൻ്റെ ഇവിടെ നോക്കിയാൽ ഈ വളരെ കുറച്ച് മരുന്നേ ഉള്ളൂ. ഈ മരുന്ന് മതി നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഈ 10,000 മരുന്നൊന്നും വാങ്ങിച്ചു വയ്ക്കണ്ട. ഈ ബിഗിനറായിട്ടുള്ള എൻ്റെ ഈ സ്പീച്ച് കേട്ടിരുന്ന അവർ ഈ ആവശ്യമൊന്നും വാങ്ങിക്കില്ല. ആസ്മയ്ക്കും ടിഞ്ചർ ഒന്നും സാർ കൊടുക്കുകയില്ല? ഇല്ല, ഞാൻ പിന്നെ ഒരു സമയത്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഇതുണ്ടല്ലേ ആസ്പെഡോസ്പെർമ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഇങ്ങനെയുള്ള ഇതിലൊക്കെ പിന്നെ ഈ ഇതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ടിഞ്ചറിൽ എവിഡൻസോട് കൂടിയൊക്കെ നമ്മളെ ഹോമിയോ ഡോക്ടർമാർ തന്നെ എവിഡൻസ് ഇട്ടിട്ടുണ്ട്. കാര്യം പുള്ളിയുടെ ഭാര്യയ്ക്ക് ഇപ്പൊ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. പുള്ളിയുടെ ഭാര്യ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി ആയുർവേദ ഡോക്ടറാണ്. നമ്മളെ പങ്കജ കസ്തൂരി പിന്നെ
ഇതുണ്ടല്ലോ ആ കോളേജിന്റെ പ്രിൻസിപ്പലായിട്ടുള്ള ഹരീന്ദ്രൻ സാറിന്റെ കൂടെ പുള്ളി വർക്ക് ഒന്നിച്ച് പഠിച്ചതാണ്. അവരുടെ ഒരു അവസാന ആഗ്രഹമാണ് പുള്ളിയെ ഒന്ന് കാണണം, എന്നെയും ഒന്ന് കാണണം. കാര്യം വെച്ചാൽ ഇവർക്ക് ഈ ഇട്ടിരിക്കുന്ന ഓക്സിജന്റെ ട്യൂബ് പോയാൽ പിന്നെ ഐസിക്കകത്ത് കൊണ്ടുപോയിട്ട് അത് പിന്നെ റീസെറ്റ് ചെയ്യാനൊക്കെ ഉള്ളു. ആ ഒരു കണ്ടീഷനിൽ നിന്ന് അവരിതൊന്നും ഇല്ലാതെ സുഖമായിട്ട് നടക്കാനും എല്ലാം വെച്ചപ്പോഴാണ് ഇപ്പോഴത്തെ മറ്റേ ഒരു വൈറൽ ഫീവർ വന്ന് ആള് പോയത്. അങ്ങനെ അതും ഇത്രയും ശ്വാസം മുട്ടുള്ളത് നമ്മളെ ഈ 3 കോമ്പിനേഷനാണ് ഞാൻ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ സമയമൊന്നും പോരാ ഇങ്ങനെയുള്ള. അല്ല, ഇനി വരാതെ സമയം, ഇനി വരണം. സാർ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കേസുകൾ കിട്ടും. സാർ ഇനി വരണം, ഒന്നും ഇല്ലാന്ന് ആദ്യം സാർ പറഞ്ഞെങ്കിലും ഇപ്പൊ തീരുന്നില്ലാന്ന് സാർ പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് 2 മിനിറ്റ് ആണുള്ളത്. ഇനി അത്യാവശ്യം ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. 2 മിനിറ്റേ നമുക്കുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇനി ചോദിക്കാനുണ്ടോ? ലതാ മനോഹരൻ ഡോക്ടർ എന്താ പറയുന്നത്? പക്ഷെ ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലല്ലോ. സുനിൽ രാജ് ഡോക്ടറെ എന്ന് വിളിക്കാം. ആര്? സുനിൽ രാജ് ഡോക്ടർ. ഞാനാണോ? ബാലൻ ഡോക്ടർ. നമ്മുടെ പുലിയല്ലേ അത്? ബാലൻ ഡോക്ടർ അല്ലേ? അവിടെ ചോദിക്കാനൊന്നുമില്ല. അത് എന്ത് ചോദിച്ചാലും വന്നുകൊണ്ടേയിരിക്കും. അക്ഷയപാത്രമാണത്. പിന്നെ ഇടയ്ക്കുള്ളതൊക്കെ ഞാൻ കാണുന്നുണ്ട്. കൊള്ളാം, നല്ല നല്ല കാര്യം. നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട്. ഇതേപോലെ പുരോഗമനമായി ചിന്തിക്കുന്നവർക്കേ ഒക്കുള്ളത്. നന്ദി സുനിൽ ഡോക്ടർ. ഇനി ലതാ മനോഹരൻ ഡോക്ടർ. നന്ദി പറയാമോ ഡോക്ടറെ? നമസ്കാരം ബാലേന്ദ്ര ഡോക്ടറെ. സാറിന് നന്ദി കൂടെ പറയണേ. ഡോക്ടറെ ചോദിക്കാനുള്ളത് 40 വയസ്സുള്ള മെയിൽ പേഷ്യന്റ് ആണ്. കാലില് വേരിക്കോസ് ഉണ്ട്, ഭയങ്കര ബ്ലാക്ക് കളറാണ്, ആസ്മ വരും. വെരിക്കോസിന് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ആർണിക്കയുടെ കൂടെ തൂജ. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ തൂജ മാറ്റും. ആർണിക്കാകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ലോവർ എക്സ്ട്രിമിറ്റി കൂടുതൽ കിട്ടും. ഇതിന്റെ കൂടെ ആസ്മയുടെ മരുന്നിൽ കോസ്റ്റിക്കും കൂടെ കൊടുക്കും. ഈ 3 മരുന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എല്ലാം ഉണ്ടോ? താങ്ക് യു സർ. അത് മാത്രം മതി. ശരി. ഞങ്ങൾക്ക് പറയാനാണ് ഒരു ചോദ്യം കൂടെ വന്നിരിക്കുന്നത്. ട്രൈജമിനൽ ന്യൂറാൾജിയ സാറേ. ട്രൈജമിനൽ ന്യൂറാൾജിയ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ അതിന്റെ തൊട്ടടുത്ത നെർവ് സെന്ററിന് പോകുമ്പോഴാണ് ഇതിലോട്ട് പോകണം. എന്ന് വെച്ചാൽ ബെൽസ് പാൾസി പോലെ വരുന്നത്. അതിൽ ട്രൈജമിനൽ ന്യൂറാൾജിയക്ക് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കോസ്റ്റിക്കം ബ്രയോണിയ. കാലികാർബും ട്രൈ ചെയ്യാം, റെസ്റ്റോസ് ട്രൈ ചെയ്യാം. തണുപ്പ് കൂടുതലായിട്ട് എന്ന് വെച്ചാൽ തണുപ്പത് ഫേഷ്യൽ എക്സസൈസും ഈ കൂടുതൽ ആസിഡുള്ള ഉപയോഗം, വണ്ടിക്കകത്ത് തന്നെ ആസിഡാനൊന്നും അനുവദിക്കാതുള്ള യാത്ര, ഇതൊക്കെ നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ ഒരുപാട് കൺട്രോൾ ചെയ്യാം. ട്രൈജമിനൽ എനിക്ക് ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരു കോളേജ് ലെക്ചർ അവർക്ക് ഇതില് ട്രൈജമിനൽ ന്യൂറാൾജിയ വന്ന് പിന്നെ ഒന്നും വണ്ടി ഓടിക്കാനോ ഒന്നും വരാത്ത ഇതേ കോമ്പിനേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവർ പിന്നെ സുഖമായിട്ട് ഓടിച്ചിട്ട് ശ്രീചിത്രയിൽ തന്നെ അവരൊരു മീറ്റിങ്ങിൽ പറഞ്ഞാൽ ഇപ്പൊ ഹോമിയോ മരുന്നാണ്, ഇല്ലെങ്കിൽ സ്റ്റിറോയിഡ് എല്ലാം നിർത്തി ഹോമിയോ മരുന്നാണ് കഴിക്കുന്നത്. അത്രയും ഇതിൽ നമ്മളെ റെസ്റ്റോറൻസില് ഇതെല്ലാം ചോദിക്കുമ്പോൾ ഉത്തരം തരണമെന്ന് ഞാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് മരുന്നുകളില്ല. ലതാ മനോഹരൻ ഡോക്ടർ, സാറിന് നന്ദി പറയണേ. ശരി ഡോക്ടറെ. ഞങ്ങൾക്ക് ഏറ്റവും അക്ഷയപാത്രം പോലെ, മറ്റേ ഡോക്ടർ പറഞ്ഞ പോലെ അക്ഷയപാത്രം പോലെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും വളരെ നല്ല ഡോക്ടേഴ്സ് ആക്കുന്നതിന് ഏറ്റവും നല്ല ഒരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ബാലേന്ദ്രൻ ഡോക്ടർ. അത് ഇനിയും വന്ന് ഇതുപോലുള്ള ഒത്തിരി ക്ലാസ്സുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് എല്ലാവരുടെയും പേരിലും IFPHന്റെ പേരിലും നന്ദിയും നമസ്കാരവും പറയുന്നതിനോടൊപ്പം അപേക്ഷിക്കുകയും ചെയ്യുന്നു. താങ്ക് യു മാഡം. അപേക്ഷിക്കണ്ട, ചെയ്യുന്നത് പറഞ്ഞു അത്രയേ ഉള്ളൂ. ദേവൻ ഡോക്ടർ എക്സലന്റ് പ്രസന്റേഷൻ എന്നുള്ള ഒരു മെസ്സേജ് കൂടെ ഇട്ടിട്ടുണ്ട്.
അങ്ങനെ ഇന്ന് നമ്മുടെ വളരെ വിജയകരമായ ഒരു ക്ലാസ് ആണ് ഇന്ന് നടന്നത്. ഇത്രയും നല്ലൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് തന്ന് ബാലേന്ദ്ര സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും എത്രയും വേഗം വീണ്ടും അടുത്ത ഒരു ദിവസത്തെ ക്ലാസ്സുമായി എത്തണമെന്ന് അപേക്ഷിക്കുകയും കൂടി ചെയ്യാണ്. ഇന്ന് നമ്മളുടെ ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1599 പ്രതിദിന സൂം വെബിനാർ വളരെ വിജയകരമായി നടത്താൻ സാധിച്ചു. നാളത്തെ നമ്മളുടെ സൂം 1600-ാമതാണെന്നുള്ളത് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഓർക്കാം. ഇന്നത്തെ നമ്മുടെ ഈ സൂം വെബിനാർ മാഡമില്ലായിരുന്നു നമ്മളെ എറണാകുളത്ത് മറ്റേ നമ്മള് മറ്റേ ഗൈനിക്ക് ഇൻഫെർട്ടിലിറ്റി ഒക്കെ കൈകാര്യം ചെയ്യണം മാഡത്തിന് ഞാൻ പേര് ഞാൻ ശാന്തചന്ദ്ര ഡോക്ടർ. അത് തന്നെ ഉണ്ട്. ഞാൻ സമയം സമയമില്ലാത്തത് കൊണ്ടാണ് പ്രത്യേകം. ശാന്തചന്ദ്രൻ ഡോക്ടർ ഉണ്ട്. ഇടയ്ക്ക് മാഡത്തിന്റെ മോളിപ്പോ എന്റെ ഫാനാണ് കേട്ടോ. ശാന്ത മാഡം ആൻഡ്രൈസ് ചെയ്യാവോ? ആൻഡ്രൈസ് ചെയ്യാത്തോണ്ടാണ് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് എനിക്ക്. മാഡം ഉണ്ടോ ശാന്തചന്ദ്രൻ? ഉണ്ട്. കേക്കാവോ? കേക്കാം. ഡോക്ടറെ, ഒരു ഡോക്ടർ നേരിട്ട് പറയാൻ തന്നെ ഞാനും എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ടൈമും പോയി. അത് ഡോക്ടർ പറഞ്ഞ പോലെ ഡോക്ടറെ പ്രോട്ടോകോൾ വെച്ചിട്ടാണ് എൻ്റെ മരുമോന്റെ ഡെങ്കി ഫീവർ കുറഞ്ഞത്. എല്ലാം ഡോക്ടർ എന്റെ മോൾക്കെല്ലാം പറഞ്ഞു കൊടുത്ത് അതിനിപ്പോ നേരിട്ട് മണിക്കൂറുകൾ കൊണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് 1 ദിവസം കൊണ്ട് തന്നെ 2 ദിവസം കിടക്കേണ്ടി വന്നുള്ളൂ. അവര് ഡിസ്ചാർജ് ചെയ്ത് മണിക്കൂറുകൾ കൊണ്ട്. ഞാൻ പറഞ്ഞു മോള് ഇതിങ്ങനെ പോസിറ്റീവ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടറെ വിളിച്ചു. ഞാനല്ലേ ഡോക്ടറെ വിളിച്ച് മോളോട് വിളിക്കാൻ പറഞ്ഞ്. എന്തായാലും ഈശ്വരനോട് ഡോക്ടറോട് ഒരുപാട് നന്ദി പറയാ. എനിക്ക് ഒത്തിരി ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എല്ലാവരും ചോദിച്ചു കഴിയട്ടെ. ഇനി അടുത്ത ക്ലാസ് ഉണ്ടല്ലോ 26-ാം തീയതി. അപ്പൊ ചോദിക്കാം. ഒരുപാട് നന്ദി. അതെ, ധനേഷ് ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? ധനേഷ് ഡോക്ടർ. ശരി. ധനേഷ് ഡോക്ടർ. എല്ലാവരോടും പറയാനുള്ളത്, നാളെ നമ്മുടെ 1600-ാം ദിനമാണ്. അതിൻ്റെ ആഘോഷമാണ് നാളെ നടക്കുന്നത്. അതിൽ നമ്മുടെ MLA ആയ ശ്രീ ജയരാജ് സാർ ആണ് ഈ വേദിയിൽ ഉദ്ഘാടകനായി എത്തുന്നത്. തീർച്ചയായും എല്ലാവരും അതിൽ പങ്കെടുക്കണം. നമ്മൾ ഹോമിയോപ്പതി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം. ഹോമിയോപ്പതിയുടെ ഒരു വിശ്വാസിയാണ്, ഫോളോവറാണ് അദ്ദേഹം. അലോപ്പതി സൈഡിലുള്ള ഡോക്ടറാണെങ്കിലും ഹോമിയോപ്പതി വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും നമുക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. അപ്പം അതുപോലെ തന്നെ മനോരമ, മാതൃഭൂമി, കേരളകൗമുദി എന്നീ ദിനപത്രങ്ങളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളും എത്തുന്നുണ്ട്. അപ്പം തീർച്ചയായും എല്ലാവരും നാളെ മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സെഷനിലും വരണം. ഇംഗ്ലീഷ് സെഷനിൽ നിങ്ങളെല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തെങ്കിലും ഇരിക്കണം. കാരണം അവിടെ നമ്മുടെ നാഷണൽ NCHന്റെ ചെയർമാനായ അനിൽ ഖുരാന ഡോക്ടർക്ക് നമ്മൾ IFBHന്റെ വകയായിട്ട് ഒരു ആദരവാണ് നൽകുന്നത്. കാരണം നമ്മൾ IFBH കോട്ടയത്ത് വെച്ച് സമർപ്പിച്ച ഡിമാൻഡുകളിൽ ഒന്നായിരുന്നു ഈ 6 പോസ്റ്റ് ഡിഗ്രികൾ ഡിപ്ലോമകൾ തുടങ്ങണമെന്നുള്ളത്. അപ്പം അത് അംഗീകരിക്കുകയും അതിനുവേണ്ടി ഓർഡർ ഇറക്കുകയും ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് പ്രത്യേക ഒരു ആദരവാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് പരിപാടികൾ നമ്മൾ കുറച്ചിരിക്കുകയാണ്. തീർച്ചയായും എല്ലാവരും നാളെ ആ പരിപാടിയിൽ 2ലും പങ്കെടുക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. തീർച്ചയായും എല്ലാവരെയും കാത്തിരിക്കുന്ന നാളെ ഉറപ്പായിട്ടും എല്ലാവരും ഈ ലിങ്കിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി ധനേഷ് ഡോക്ടറെ. അങ്ങനെ നമ്മുടെ 1599 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.